ഞാൻ ഒരിക്കലും ഇത് തല്ലി പൊട്ടിച്ചിട്ടില്ല. നിങ്ങൾ ഈ പറയുന്ന പെർഫ്യൂം ഇതാണ്. എന്തിനാണ് ഞാൻ എറിഞ്ഞു പൊട്ടിക്കുന്നത്? ലക്ഷ്മി നക്ഷത്ര തന്ന സുധിച്ചേന്റെ മണമുള്ള പെർഫ്യൂം ചേച്ചി എറിഞ്ഞു പൊട്ടിച്ചു. ഏതവനെ ഇതൊക്കെ പറയുന്നേ? ഇതാണ് ആ പെർഫ്യൂം. സൂചിച്ചേന്റെ സ്മെല്ല് വേണമെങ്കിൽ ഞങ്ങൾ ഇങ്ങനെ മണക്കും. ഞങ്ങൾക്കറിയാം ഞങ്ങളുടെ സൂചിച്ചേട്ടൻ ഇവിടെ എവിടെയോ ഉണ്ട്. കാരണം ഈ പറയുന്ന മനുഷ്യര് പറയുന്ന പോലെ ഇതെനിക്ക് അടിച്ചോണ്ട് നടക്കുന്ന ഒരു സ്മെല്ലല്ലേ. കാരണം ഇതൊരു സുഗന്ധമല്ല. പറഞ്ഞാലും പറഞ്ഞാലും നെഗറ്റീവ് വരുന്നുണ്ട്. എന്റെ ലൈഫ് ലോങ് ഞാനിത് സൂക്ഷിക്കും. സോ എന്റെ മരണം വരെയും എനിക്ക് ട്രോളൊന്നും വിഷയമൊന്നുമില്ല. ഞാൻ ആസ്വദിക്കാറുണ്ട് എന്റെ ട്രോള്. ക്രിട്ടിസൈസ് ചെയ്ത് കുറെ കുറ്റവാളിയെ പോലെ എന്നെ ഇട്ട് കുറെ എന്നെ എടുത്ത് ഉടുത്തെന്നെ എനിക്ക് പൊട്ടിച്ചു. ഇച്ചിച്ചി നാറ്റോ എന്ന് പറഞ്ഞു. അവൾക്ക് ഇത്ര നാളും അതായിരുന്നു വലിയ സംഭവം. എടാ ഈ പറയുന്ന ഏതെങ്കിലും ഒരുത്തം വന്ന് ഞാൻ വേണമെങ്കിൽ ഇത് മണപ്പിച്ച് കാണിക്കാം. അപ്പൊ നീയൊക്കെ പറയട്ടെ ഇതിനകത്ത് സുഗന്ധമാണോ അല്ലയോ? ഞാൻ പറയുന്നത് എത്രത്തോളം സത്യമാണ്. നീയൊക്കെ അവിടെ ഇരുന്ന് സ്ക്രീനിന്റെ പുറകെ ഇരുന്ന് നീയൊക്കെ എനിക്കിട്ട് പറയുന്നല്ലോ. നീക്ക് നേരിട്ടോ സുധീലയത്തിൽ ആർക്കും സ്വാഗതം. എല്ലാവർക്കും സ്വാഗതം സുധീലയത്തിലോട്ട്. പെർഫ്യൂമിന് വേണ്ടിയിട്ട് കൊടുത്ത ആ ഒരു ഡ്രസ്സ് ഇപ്പോഴും ഉണ്ടോ? ഇപ്പോഴും ഉണ്ട്. അത് ഞാൻ കളഞ്ഞിട്ടില്ല. അത് സുധിച്ചേട്ടൻ ആ കൈ മടക്കിയ മടക്ക് പോലും, സുധിച്ചേട്ടൻ മടക്കിയ മടക്ക് പോലും ഇന്നും അതുപോലെ സൂക്ഷിക്കും. ഹലോ കിച്ചു, ഞാൻ ഐശ്വര്യ. ഓർമ്മയുണ്ടോ കഴിഞ്ഞ ഇന്റർവ്യൂല്? അന്ന് ഞാൻ ഇന്റർവ്യൂ ചെയ്ത ടൈമില് എനിക്കെതിരെ കുഞ്ഞു പയ്യനെ വിളിച്ചിരുത്തിയിട്ടാണോ ഇങ്ങനൊക്കെ ചോദിക്കുന്നതെന്ന് ചോദിച്ചിട്ട് ഞാൻ അന്ന് ചോദിച്ച ചോദ്യത്തിലൊക്കെ കിച്ചു ഓക്കെ അല്ലായിരുന്നു എന്നറിയാം. കുഴപ്പമൊന്നുമില്ലായിരുന്നല്ലോ. ഞാൻ ഒരിക്കലും വേദനിപ്പിച്ചിട്ടില്ലല്ലോ കിച്ചുവിനെ. ആൾക്കാർക്ക് അറിയില്ലല്ലോ, അതുകൊണ്ടാട്ടോ വിളിച്ചത്. ഓക്കെ, താങ്ക് യു കിച്ചു, താങ്ക് യു. കിച്ചുവിന്റെ ഇന്റർവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു ഇന്റർവ്യൂ പുറത്ത് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഫ്ലവേഴ്സ് എന്നുള്ളൊരു പേര് മനഃപൂർവ്വം നമ്മുടെ ചാനലിൽ നിന്ന് പുറത്ത് റിയാക്ഷൻ വീഡിയോസ് കണ്ടു. എന്തുവായി പറയുന്നത്? എന്താ വെച്ചാൽ മനുഷ്യർ റിയാക്ഷൻ വീഡിയോസ് ഞാൻ കുറച്ചു മുന്നേ പറഞ്ഞ പോലെ തന്നെ ഇതൊക്കെ തന്നെയാണ് റിയാക്ഷൻസ്. തമ്പലിനാണ് പ്രശ്നം. ഇവർക്ക് എങ്ങനെയും വ്യൂ കൂട്ടണം. അതിന് എന്ത് നെഗറ്റീവ് അടിച്ചാണ് ഇവർ ചെയ്യുന്നത്? നെഗറ്റീവ് പറയണം. ഫ്ലവേഴ്സ് ആണ് അവന്റെ പഠനം. കാരണം എന്നെ കൊണ്ടൊന്നും നടക്കത്തില്ല. ഫ്ലവേഴ്സിന് ഒരുപാട് നന്ദി. അവരിപ്പോഴും കിച്ചുവിനെ പഠിപ്പിക്കുന്നു ഫ്ലവേഴ്സ്. അതെ, ഞാൻ അവന് പോക്കറ്റ് മണികളാണ് കൊടുക്കാറുള്ളത്. നിങ്ങളുടെ ചാനലിലൂടെയാണ് ഫസ്റ്റ് പറഞ്ഞത്. അതുപോലെ തന്നെയാണ് കിച്ചുവിന്റെ ഇന്റർവ്യൂ ചെയ്തതിന്റെ പേരിൽ എനിക്കെതിരെ ഭയങ്കരമായ നെഗറ്റീവ് കമന്റുകൾ ഉണ്ടായിരുന്നു. അതായത് കുഞ്ഞൊരു പയ്യനെ പിടിച്ചിരുത്തി ചോദിക്കേണ്ട ചോദ്യങ്ങളാണോ നീ ചോദിക്കുന്നതെന്ന് പറഞ്ഞു. കിച്ചുവിന് 20 വയസ്സുള്ള ഒരു കുട്ടിയാണ്. മക്കൾ എത്ര വലുതായാലും നമുക്ക് മക്കൾ കുഞ്ഞുവാവ തന്നെ. അതല്ല എങ്കിലും അവനൊരു പൗരനാണ് ഇന്ത്യയിലെ. ഏറ്റവും കൂടുതൽ എൻ്റെ ഈ മെയിൻ സ്ട്രീം വണ്ണെന്ന പഴയ മഴവിൽ കേരളം ഇവർക്കാണ് ഞാനും കിച്ചുവായിട്ടും ഞങ്ങൾ ഒരുപാട് ഇന്റർവ്യൂ കൊടുത്തിട്ടുള്ളത്. സത്യം പറഞ്ഞാൽ ഞാൻ പെയ്ഡ് ഇന്റർവ്യൂ എന്ന് പറയുന്നതിന് മുന്നേ തന്നെ മാറ്റി നിർത്തി ഒരു ഇന്റർവ്യൂവിന് മാറ്റി നിർത്തി ചേച്ചി കയ്യിൽ വെക്കുമെന്ന് പറഞ്ഞു. എനിക്ക് അന്നേരം അത് വലിയ തുക, എനിക്ക് വലിയ തുക തന്നെയാണത്. നല്ലൊരു തുക എൻ്റെ കയ്യിൽ തന്നിട്ട് പറഞ്ഞത്. അപ്പം പെയ്ഡ് ഇന്റർവ്യൂവിന് മുന്നേ തന്നെ ഇവരെന്നെ സഹായിച്ചതാണ്. ഒരിക്കലും ഞങ്ങൾ തെറ്റിക്കാനോ അല്ല എൻ്റെ മകനെ തെറ്റിക്കാനോ അല്ല ഞങ്ങൾക്ക് വേണ്ടി നെഗറ്റീവ് ഇവരുടെ ഇന്റർവ്യൂ കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് നെഗറ്റീവ് വ്യൂ തരാനോ ഒന്നും ഇന്ന് വരെ ഈ ഒരു ചാനൽ ശ്രമിച്ചിട്ടില്ല. പുറകെ സൂചിച്ചത് ഈ ഒരു ഫോട്ടോ സത്യം പറഞ്ഞാൽ കേരളത്തിലെ എല്ലാ ജനങ്ങൾക്കും ഈ മാലയിട്ട ഫോട്ടോ എല്ലാവർക്കും സുപരിചിതമാണ്. ഈ ഫോട്ടോ എനിക്ക് ആരാ തന്നെന്നറിയോ? ആരുടെ ഗിഫ്റ്റ് ആണെന്നറിയോ? അറിയോ? അല്ല ഐശ്വര്യക്ക് അറിയോ? ഇല്ല, നിങ്ങളുടെ ചാനൽ തന്നാണ്. സുധിച്ചേട്ടൻ മരണപ്പെട്ട് ഒരു 9-ന്റെ അന്ന് എനിക്ക് ഞങ്ങൾ പോലും ചോദിച്ചിട്ടോ പറഞ്ഞിട്ടോ ഒന്നുമല്ല. ഒരുപാട് ചാനൽ അന്ന് വന്നു ആരെയും കുറ്റപ്പെടുത്തി എല്ലാവർക്കും തോന്നാത്തത് ഇവർക്ക് തോന്നി. ഞങ്ങളെ രണ്ടും തെറ്റിക്കാനോ അല്ല ഞങ്ങൾക്കൊരു നെഗറ്റീവ് വരാനോ നിങ്ങളുടെ ഈ ചാനൽ ശ്രമിക്കുന്ന എനിക്ക് ഒരിക്കൽ സ്വപ്നത്തിൽ പോലും ഞാൻ കരുതുന്നില്ല. അതുകൊണ്ട് ഈ ആൾക്കാരുടെ തെറ്റിദ്ധാരണകളാണ് അതൊക്കെ. ഇംഗ്ലീഷ് കഫേ വഴി ലോകത്തെവിടെ നിന്നും ഒരു പേഴ്സണൽ ട്രെയിനറുടെ സഹായത്തോടെ വാട്സാപ്പ് വഴി നിങ്ങൾക്ക് ഇംഗ്ലീഷ് പഠിക്കാം. കൂടുതൽ വിവരങ്ങൾക്ക് താഴെയുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് മെസ്സേജ് ചെയ്യും. ഇംഗ്ലീഷ് കഫേ, വി പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. വാട്സ്ആപ്പ് നൗ 9633388575. നമസ്കാരം. എന്താ പറയേണ്ടതെന്ന് എനിക്കറിയില്ല. കാരണം നെഗറ്റീവുകളിലൂടെ ശ്രദ്ധ നേടി ഇപ്പോൾ എല്ലാവരുടെയും പ്രിയങ്കരിയായി മാറിക്കൊണ്ടിരിക്കുന്ന രേണുസുധിയാണ് ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത്. നമസ്കാരം ചേച്ചി. സ്വാഭാവികമായിട്ട്. കാരണം എന്ന് വെച്ചാൽ ഫസ്റ്റ് ചേച്ചിക്ക് അറിയില്ലേ ആ ഒരു ദാസേട്ടൻ കോഴിക്കോടുമായിട്ടൊക്കെയുള്ള റീൽസ് വന്നപ്പോ ഭയങ്കര നെഗറ്റീവുകളും കാര്യങ്ങളും ഒക്കെ വന്നു. പ്രതീക്ഷ വേണ്ടി വന്നു നെഗറ്റീവ് പോസിറ്റീവ് ആകാണോ? അങ്ങനെയല്ല, ഞാൻ അങ്ങനെ കരുതുന്നു. കാരണം പ്രതീക്ഷിന് കൂടെ
ചെയ്ത റീൽസിൽ ഒന്നുമില്ല നെഗറ്റീവ്, എല്ലാം പോസിറ്റീവ്. പിന്നെ അതിന്റെ ഇടയിൽ കൂടെ എന്താ ഈ ഒരു നമ്മളെന്തായാലും നമ്മുടെ സ്വഭാവം എടുക്കണമല്ലോ എന്നുള്ള രീതിയിലുള്ള കുറച്ച് പേര് വന്നിട്ട് നെഗറ്റീവ്, അത് നമുക്ക് കാണാൻ പോലും ഇല്ല. എനിക്ക് അങ്ങനെയല്ല ചേച്ചി തോന്നിയിട്ടുള്ളതെന്ന് വെച്ചാല് ഇപ്പം ചേച്ചിയെ കുറച്ചും കൂടി ആൾക്കാർക്ക് മനസ്സിലാകുന്നുണ്ട് എന്നുള്ളൊരു കാര്യം എനിക്ക് കിട്ടിയിട്ടുള്ള. പിന്നെ പ്രതീക്ഷനാണെങ്കിൽ പോലും പ്രതീക്ഷ എന്ന് പറയുന്ന ഒരു ശരിയാണ്, പ്രതീക്ഷയിലൊരു നല്ല നടനുണ്ട് എന്നീ ആൾക്കാർ തിരിച്ചറിയുന്നതിന് എന്തായാലും ചേച്ചിയുടെ ഹെൽപ്പ് വേണ്ടി. അത് പ്രതീക്ഷിന്റെ വൈഫ് പോലും എന്റെ അടുത്ത് പറഞ്ഞു, ചേച്ചി കാരണമാണ് എന്റെ ഏട്ടന്റെ സന്തോഷം. ഞാൻ ഏട്ടനോട് പോലും പറഞ്ഞില്ല ചേച്ചി, ഞാൻ പറഞ്ഞു മോളെ നീ നിന്റെ ഏട്ടനോട് പറയണം. അവന് ഭയങ്കര സന്തോഷം. കാരണം അവര് ബ്ലോഗർ ആയിരുന്നു അവര്. പക്ഷെ അവര് അപ്പൊ അറിയുന്നതിനേക്കാൾ അറിയാമായിരുന്നു, കുറച്ചു പേർക്ക് അറിയാതെ. പക്ഷെ അപ്പൊ അറിയുന്നതിനേക്കാൾ കൂടുതൽ ഇപ്പൊ വെളിയിറങ്ങി രേണു ചേച്ചിയോട് അഭിനയിച്ച പ്രതീക്ഷ, അല്ലെങ്കിൽ പ്രതീക്ഷ എന്നല്ലേ സെൽഫി ഇടുക പ്രതീക്ഷ. അപ്പൊ അതൊക്കെ ചിലപ്പോ എന്റെ കൂടെ ചെയ്ത എന്റെ ഇതും കൊണ്ടല്ലായിരിക്കും. പക്ഷെ ആ കുട്ടിയുടെ തലവരെ എപ്പോഴായിരിക്കും തെളിഞ്ഞത്. എന്തായാലും എന്നെ കൊണ്ട് അങ്ങനെ ഒരു സന്തോഷം ഉണ്ടായല്ലോ അവർക്ക്. അതെ, കാരണം നമ്മളായാലും അത് തന്നെയാണ് നോക്കിയത്. കാരണം ഞാൻ പറഞ്ഞിട്ടുണ്ട്, പ്രതീക്ഷയാണെങ്കിലും പറയുന്ന പോലെ യൂട്യൂബ് ചാനലാണെങ്കിലും അത്രയധികം സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായിട്ട് കൂടിയും പ്രതീക്ഷ ഒന്ന് ശ്രദ്ധിക്കപ്പെടേണ്ട ലെവലിലേക്ക് എത്തുന്നതിന് ചേച്ചിയായിട്ടുള്ള ആ ഒരു ആൽബം തന്നെ വേണ്ടി വന്നു. അപ്പം ഒരിക്കലും ഞാൻ ആ രീതി പറയില്ല കേട്ടോ, പ്രതീക്ഷ വന്നു അങ്ങനെ ഞാൻ പറയില്ല. എന്തായാലും നിങ്ങൾ രണ്ടുപേരും ഹിറ്റ് ജോഡിയായിട്ട് ഇങ്ങനെ പോവാണ്. ഇപ്പൊ കുറെ അധികം നല്ല ഒരുപാട് ആൽബംസ് ഇനിയും വരാൻ കിടക്കുന്നു, ഒരുപാട് വർക്ക്സ്. അതെ, ഈ പറയുന്നത് പോലെ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ നെഗറ്റീവ് കമന്റുകളൊക്കെ തന്നെ ഇപ്പൊ അങ്ങോട്ട് മാറി എല്ലാവരുടെയും പ്രിയങ്കരിയായി മാറുന്നുണ്ട്. ഈ അടുത്ത ദിവസങ്ങളിലാണെങ്കിൽ തന്നെയും ചേച്ചിയുടെ ഓരോ റീലുകളിലൂടെ ഒക്കെ ആണെങ്കിൽ നമുക്ക് കാണുമ്പോൾ മനസ്സിലാകുന്നത്, നേരിട്ട് കാണുമ്പോൾ ആൾക്കാർക്ക് അത്രയും കാര്യമാണ് ചേച്ചീനെ. ഈ നെഗറ്റീവ് പറയുന്ന എത്ര പേര് അവരെ ഒന്ന് അതെന്താ ഇവരൊന്നും സമൂഹത്തിൽ ഇല്ലേ എന്ന് തോന്നി. അത് പറഞ്ഞപ്പോഴാണ് തൻസീറിന്റെ വർക്കിന് ഞങ്ങൾ അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ കൊറേ പേര് വന്നിങ്ങനെ സെൽഫി എടുക്കും. രേണു ചേച്ചി അല്ലേ കാറൊക്കെ അങ്ങനെ വെട്ടിച്ചിട്ട് രേണു ചേച്ചി പോകല്ലേ സെൽഫി. അത് കഴിഞ്ഞിട്ടാണ് ഈ പ്രതീക്ഷ ഉണ്ടല്ലേ വാ നമുക്ക് സെൽഫി എടുക്കാം, രേണു ചേച്ചി. അപ്പൊ ഇതെല്ലാം കണ്ട് ക്യാമറ റിസായിന്നാണ് ക്യാമറാമാന്റെ കാര്യം. പക്ഷെ കണ്ടാൽ ക്യാമറാമാൻ തന്നെ അതിങ്ങനെ അല്ല ഇജ്ജ് പോകുന്നവരും വരുന്നവരും എങ്ങനെയാണ് പറഞ്ഞത്, ഇജ്ജ് പോകുന്നവരും വരുന്നവരല്ലേ ഈ ഇവക്കടെ ഫോട്ടോ എടുക്കുവാണല്ലോ. പിന്നെ ഇതിനകത്ത് ആരാണ് നെഗറ്റീവ് അടിക്കാനുള്ളവർ? കാണുന്നവരല്ലേ ഇവൾക്ക് കെട്ടിപ്പിടിക്കുക, ഉമ്മ കൊടുക്കുക, ഫോട്ടോ എടുക്കുക, വിശേഷം തിരക്കുക, രേണു ചേച്ചി മുത്തേ ചക്കരെ വിളിക്കുക. പിന്നെ ആരാണ് ഈ ഇതിന് കമന്റ് നെഗറ്റീവ് ഇടുന്നത്? ഞാനിപ്പോ ചോദിച്ചാൽ ആരോ കാണാത്ത ആൾക്കാരാണ് നെഗറ്റീവ് ഇടുന്നത്. അതെനിക്ക് മനസ്സിലായി. അതെ, ഈ പറയുന്ന പോലെ അതെ, ഈ പറഞ്ഞ പോലെ നേരിട്ട് ഒരാൾ പോലും ചേച്ചിയുടെ അടുത്ത് അങ്ങനെ എന്തെങ്കിലും ഇന്ന് നിമിഷം വരെ കുട്ടി കുറച്ച് ആഹാരം കഴിക്കണേ, നല്ല രസമാണ് കാണാൻ. കാരണം ക്യാമറയിൽ കാണുന്ന ഫേസേ അല്ല, അളിച്ച് നല്ല രസമാണ് കാണാൻ. നമുക്ക് ഇത്രയും കളർ ഉണ്ടോ എന്നൊക്കെ ചോദിച്ചാൽ അയ്യോ ഞങ്ങളെ കൊടുത്ത ഫിൽറ്റർ ആയിരിക്കും. ഓ ആ കളറിൽ എന്താ അത് ശരിയാണ് കേട്ടോ ചേച്ചി. കാരണം ചേച്ചീനെ വീഡിയോസിലൊക്കെ കാണുന്നതിനേക്കാളും ചേച്ചി നല്ല ഫെയർ ആണ് നേരിട്ട് കാണാന്. അത് ഞാനും ചേച്ചിയോട് പറയാറില്ലേ, നമ്മള് വീഡിയോസിൽ കാണുന്നതിനേക്കാളും അത് വീഡിയോസിൽ മോശമാണെന്നല്ല, വീഡിയോസിൽ കാണുന്നതിനേക്കാളും ഭംഗിയാണ് ചേച്ചിയെ നേരിട്ട് കാണാൻ. അതെ, ചേച്ചിയെ നേരിട്ട് കാണാൻ നല്ല ഭംഗിയാണ്. ഈ അടുത്തായിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓരോ വീഡിയോ കഴിയുന്നതോറും ചേച്ചി ഭയങ്കര ഭംഗിയായിട്ട് വരിക. കാര്യമായിട്ട് അല്ല, അതിനെന്തെങ്കിലും രഹസ്യം ഉണ്ടോ? അതാ ചോദിക്കുന്നത്. രഹസ്യമില്ല, അതെ, അതായത് ചേച്ചിയുടെ ജ്യൂസ് ഒക്കെ കുടിക്കാൻ തുടങ്ങി. നമ്മുടെ കൂട്ടത്തിലുള്ള ആർട്ടിസ്റ്റുകളെ പറ്റി എന്തേലും ജ്യൂസ് ഒന്നും ഞാൻ കഴിക്കത്തില്ലായിരുന്നു. ഞാൻ കഴിച്ചാൽ വണ്ണം വെക്കുന്ന ഒരു ബോഡി തന്നെയാണ് എന്റെ. നന്നായിട്ട് ആഹാരം നന്നായിട്ട് 2-3 കിലോ വെച്ച് കൂട്ടാനൊക്കെ പറ്റും. പക്ഷെ എനിക്ക് അധികം വണ്ണം വെക്കുന്ന താല്പര്യമില്ല. പിന്നെ ജ്യൂസ് ഒക്കെ കുടിക്കുന്ന ഇപ്പൊ ആഹാരം കഴിക്കാൻ എനിക്ക് ഒന്നാമത് ആഹാരം കഴിപ്പ് കുറവ്. ഓട്ടം തന്നെ ആയതുകൊണ്ടേ നല്ല ക്ഷീണമാണ്. നമ്മള് ഞാൻ പണ്ട് ഓർക്കുമായിരുന്നു ഷൂട്ട് ചേട്ടൻ അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോഴൊക്കെ നമുക്ക് ഈ ഷൂട്ട് എന്ന് പറഞ്ഞാൽ സിമ്പിളാന്നാണ് ഞാൻ ഓർത്തത്. പക്ഷെ ഒരു പ്രാവശ്യം എന്ത് കണ്ട് കേട്ടപ്പോ മനസ്സിലായി ഇതിപ്പം ബംഗാളിപ്പണിയേക്കാൾ കഷ്ടപ്പാടാണോ ഷൂട്ട്. ടേക്ക് എടുക്കണം, പിന്നെ സജഷൻ ഷോട്ട്, ഒരു ഷോട്ട് തന്നെ സജഷൻ ഷോട്ട്, ഇപ്പുറത്തുനിന്ന് എടുക്കണം, ക്ലോസ് വൈഡ്, ഇതൊക്കെ ഇപ്പോഴാണ് നമ്മൾ അറിയുന്നത്. നല്ല ക്ഷീണമായിരിക്കും നമുക്ക് ഷൂട്ട് കഴിയുമ്പോൾ. അപ്പൊ ഞാൻ ജ്യൂസൊക്കെ ഇപ്പൊ പറഞ്ഞു ഇപ്പൊ പ്രതീക്ഷ തന്നെ എപ്പോഴും പറയും, പ്രതീക്ഷയുടെ വൈഫ് പറയും ചേച്ചി ആഹാരം കഴിക്കുക. അപ്പോൾ കൂടെ അഭിനയിക്കുന്നവർ ഡയറക്ടേഴ്സ് എന്റെ കൂടെ അഭിനയിച്ചുകൊണ്ടിരുന്നവരൊക്കെ ചേച്ചിമാരൊക്കെ പറയണു ജ്യൂസ് എങ്കിലും നീ ഒന്ന് കുടിക്കണേ. ഇച്ചിരി ജ്യൂസ് കുടിക്കാൻ തുടങ്ങിയോണ്ടാണോ എന്നറിയത്തില്ല, കുറച്ചുകൂടെ ഇതായത് അറിയാം. ഇപ്പൊ വീട്ടിൽ വന്ന് 2 ദിവസം കിടപ്പ് തന്നെയാണ്. എനിക്ക് ഒരു ബോധമില്ല. ഇന്നലെങ്ങാണ്ട് വെളുപ്പിനെ വന്ന് കിടന്ന ഒരു ബോധമില്ല. ഫുഡ് കഴിക്കാൻ പോലും ഞാൻ എഴുന്നില്ല. എന്തോ ഒരു വിശപ്പിന്റെ വിളി വന്നപ്പോ ഞാൻ എഴുന്നേറ്റ് ഇച്ചിരി കഴിച്ച് വീണ്ടും കിടന്നു. കാരണം ഉറക്കം കിട്ടുന്നില്ലായിരുന്നേ. 2 ആഴ്ച അടുപ്പിച്ചൊക്കെ ഉറക്കമില്ല. 2 ആക്സിഡന്റ് കഴിഞ്ഞു. ഇങ്ങനെ പോകുന്നു. അതെ, ഇപ്പം ഈ പറയുന്ന പോലെ ഈ ചേച്ചി ഇപ്പം എന്ത് കാണിച്ചാലും
നെഗറ്റീവ് കമന്റ്സ് ആണ്. ഇപ്പം ആരുടെ കൂടെ എന്താ പറയാ, ഒന്ന് കാറിൽ ഒരുമിച്ച് ആരോട്ടല്ലേ ഇരുന്നാല് പ്രശ്നം, അല്ലെങ്കിൽ ഒരാളായിട്ട് ഒരു റീല് ചെയ്താ പ്രശ്നം, അല്ലെങ്കിൽ ഒന്ന് പുറത്ത് ഒരുമിച്ചൊന്ന് കണ്ടാ പ്രശ്നം, ഒരുമിച്ചൊന്ന് സെൽഫി എടുത്ത് കണ്ടാ പ്രശ്നം, എല്ലാം നെഗറ്റീവ് വരും. അവരോട് ചേർത്തൊരു ഗോസിപ്പ് അത് നിശ്ചയം. വന്നിരിക്കും. അതെ അതെ. എന്നെ പറ്റി എന്താ പറയാനുള്ളത് ചേച്ചിക്ക്? അതിനെപ്പറ്റി എന്ത് പറയാനാണ്, അതൊക്കെ ഓരോ കാഴ്ചപ്പാടാണ്. ഞാൻ വിഡോമാർ ഒരുപാടുണ്ട്. പറഞ്ഞാ മറ്റേ എന്നെ ഒരു എടുത്തടിച്ചൊരു പുള്ളിക്കാരി ഉണ്ടല്ലോ, അവരുടെ പേരൊന്നും ഞാൻ പറഞ്ഞ പേര് പറഞ്ഞ ഞാനിപ്പോ ഒന്നും കൂടെ ഞാനത് പറയുന്നു, അതിന്റെ ആവശ്യമൊന്നുമില്ല. ഇവള് മാത്രമാണോ ലോകത്തിലെ വിധവ? അത് തന്നെയാണ് ഞാൻ മാത്രമാണോ ലോകത്തിലെ വിധവ? അപ്പം ഞാൻ മാത്രമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരുപാട് പേര് വിധവന്മാര് അഭിനയിക്കുന്നവരും ഉണ്ടെന്ന് തോന്നുന്നു, അല്ലേ? പക്ഷെ എന്നിൽ മാത്രം കാണുന്നവരെന്തോ, ഞാൻ ആരോട് ഇപ്പൊ എന്റെ ഒരു അനിയന്റെ കൂടെ അല്ലെങ്കിൽ ഒരു ബ്രദറിന്റെ കൂടെ ഒരു ഫോട്ടോ എടുത്ത് പോസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അന്നേരം അതിന്റെ അടി ആരാ ഇവള് ആണച്ചന്മാരുടെ കൂടെ തന്നെയാണല്ലോ ഇവള്, കൊള്ളാം. ഇവരുടെയൊക്കെ കാഴ്ചപ്പാട് അവരോട് ഫോട്ടോ എടുത്ത് അവരോട് അഭിനയിച്ച വേറെ രീതിയാണ് ഇവരുടെയൊക്കെ കാഴ്ചപ്പാട്. എനിക്കറിയത്തില്ല ഇത് എന്തുകൊണ്ടാണ്. പിന്നെ വൃത്തികെട്ട കമന്റ്സ്, അതിന്റെ ഇടയ്ക്ക് കൊണ്ട് വൃത്തികെട്ട കമന്റ്സ്. അവളെ പോയി, അവരോടെ പോയി. എനിക്കറിയത്തില്ല, ഇവരുടെയൊക്കെ ഉള്ളിലെ മഞ്ഞപ്പിത്തമാണ്, ഇവരുടെ സ്വഭാവമാണ് അവർ കമന്റിലൂടെ പുറത്തു വിടുന്നത്. അല്ല എന്റെ സ്വഭാവമോ എന്റെ കൂടെ അഭിനയിക്കുന്ന ആളുടെ സ്വഭാവമല്ല, ഇവറ്റകളുടെ സ്വഭാവമാണ്. അവരുടെ ഉള്ളിലെ ഫ്രസ്ട്രേഷൻ, അവരുടെ സ്വഭാവം അവര് ടൈപ്പിങ്ങിലൂടെ കമന്റ് ആയിട്ട് കൊടുക്കുന്നു. അതിന് നമ്മൾ എന്തിനു വിഷമിക്കുന്നു? അതെന്താ ചേച്ചി, ഈ ആണുങ്ങളുമായിട്ട് സ്ഥിരമായിട്ട് അഭിനയിക്കും അല്ലെങ്കിൽ പുറത്തു പോയി ചെയ്ത് കഴിഞ്ഞാൽ പെൺകുട്ടികൾക്ക് വേറൊരു, അതായത് മോശമായ വികാരം പെൺകുട്ടികൾക്ക് ഇല്ലായിരിക്കും. എനിക്കുണ്ട്. എനിക്ക് രേണുസുതിക്ക് എന്തായാലും അങ്ങനെ രേണുസുതിന് എത്ര പറഞ്ഞാലും ഇനിയിപ്പോ ഒരുപാട് ആൽബംസ്, ഒരുപാട് ഇപ്പം പ്രതീക്ഷിന്റെ മാത്രമല്ല, അല്ലാതെ ഒരുപാട് നടന്മാരുടെ കൂടെ ഒക്കെ ഇനിയും വരും, സിനിമ വരും, ആൽബം വരും. അവരുടെ കൂടെ ഞാൻ പുറത്ത് ചിലപ്പോൾ സെൽഫി എടുത്തെന്ന് വരും, പുറത്ത് പോയി അഭിനയിച്ചെന്ന് വരും, വേറെ മീഡിയ പിടിച്ച് കിട്ടെന്ന് വരും. അങ്ങനെ ഇട്ടാ പോലും എനിക്ക് നെഗറ്റീവ് വരും. അത് അല്ലെ ഞാൻ ചോദിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ആൾക്കാർ ഈ തരത്തിൽ കമന്റ് ചെയ്യുന്നതിന് കാരണമായിട്ട് ഞാൻ ചോദിക്കാതെ, എന്താ പെൺകുട്ടികൾ ആൺപിള്ളേരോട് മാത്രം അല്ലെങ്കിൽ ആൺകുട്ടികളുമായിട്ട് മാത്രം സഹകരിച്ചു കഴിഞ്ഞാൽ അവർക്ക്, ഈ പെൺകുട്ടികൾക്ക് ഒരു വൃത്തികെട്ട വികാരം അല്ലെങ്കിൽ വൃത്തികെട്ടൊരു മനോഭാവം മാത്രമേ ആൺകുട്ടികളോട് വരുള്ളൂ എന്നുണ്ടോ ചേച്ചി? ഈ വൃത്തികെട്ട ചിന്തകളാണ് അവരുടെ. ഒരിക്കലും അങ്ങനല്ല. എന്താണ് എനിക്ക് തോന്നുന്ന ഒരു പെൺ സുഹൃത്തിനോട് പറയുന്നതിനേക്കാളും വിശ്വസിച്ച് പറയാവുന്ന ഒരു ആൺ സുഹൃത്തിനടുത്ത് എന്നെ സംബന്ധിച്ച് എനിക്ക് എന്ന് പറഞ്ഞാൽ ഒന്നും വിശ്വസിച്ച് എല്ലാം അങ്ങ് വിശ്വസിച്ച് പറയുന്നതല്ല. ഞാൻ അങ്ങനെ ആരോടത്തും ഒന്നും പറയാറില്ല. ഞാൻ എല്ലാരും പഠിച്ചതിന് ശേഷമേ ഞാൻ അവരുടെ അടുത്ത് മിങ്കിൾ ചെയ്യത്തുള്ളൂ, സംസാരിക്കത്തുള്ളൂ. ഇപ്പം പോലും ഇങ്ങനെയൊക്കെ ഒരു വികാരം മാത്രമേ ഉള്ളൂ ഒരു പെണ്ണ്. അത് ഭർത്താവ് മരിച്ചൊരു സ്ത്രീക്ക് ഒരാണിന്റെ കൂടെ ഒരു അഭിനയിക്കുക അല്ലെങ്കിൽ ഒരു ഫോട്ടോ എടുത്ത ഈ ഒരൊറ്റ വികാരം മാത്രമേ തോന്നുന്നെന്ന് പറയുന്ന ഇവറ്റകളുടെ മനസ്സിലാണ് ദുഷിച്ച ചിന്തകളും ദുഷിച്ച മനസ്സ്. എനിക്കില്ല അങ്ങനത്തെ ഒരു ചിന്ത. എനിക്ക് അനിയനേതാ, അച്ഛനേതാ, മകനേതാന്ന് തിരിച്ചറിയാനുള്ള നല്ല അന്നാന്തര കഴിവരെയാണ് ശ്രദ്ധിക്കുന്നത്. പൊതുവേ ചേച്ചി, അത് നമുക്ക് മനസ്സിലായ ഒരു കാര്യം എന്ന് വെച്ചാൽ, ശരിയാണ്, ചേച്ചിക്ക് കൂട്ടുകാരികൾ ഉണ്ടാവാം, ചേച്ചിക്ക് കുറെ അധികം പെൺസുഹൃത്തുക്കൾ ഉണ്ടാവാം, റിലേറ്റീവ്സിൽ തന്നെ അടുപ്പമുള്ള പെൺകുട്ടികൾ ഉണ്ടാവാം. പക്ഷേ ഈ അടുത്തിടെ ചേച്ചി പെർഫ്യൂമിനെ പറ്റി പറഞ്ഞിട്ട് ഒരു കാര്യം ഉണ്ടായിരുന്നു, ഒരു വീഡിയോ കുറച്ച് വൈറലായി. സുധിച്ചേട്ടന്റെ മണമുള്ള പെർഫ്യൂമിനെ പറ്റി പറഞ്ഞു. പക്ഷെ അതിനെതിരെ പ്രതികരിക്കാൻ ചേച്ചിയുടെ ഈ കരിമിഴി എന്ന് പറയുന്ന ആ ഒരു ആൽബത്തിലെ നായകനായ പ്രതീഷ് മാത്രമേ. ഞാൻ ഞെട്ടിപ്പോയി. അവൻ പറഞ്ഞു, ചേച്ചി ഞാനൊരു വീഡിയോ ഇട്ടുകൊള്ളാം. എന്തോടാ, എന്നോട് പറഞ്ഞില്ല അവൻ. അവൻ അത് ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഞാൻ അത് കാണുന്നത് തന്നെ. അത് ഞാൻ ഞെട്ടിപ്പോയി. ഇവൻ എന്നെ പറ്റി, കാരണം ആ പുറകിൽ ഇരിപ്പുണ്ടായിരുന്നു അവൻ, അതും കാണുന്നുണ്ട്. ശിവൻ മൊബൈലിൽ നോക്കിയിരിക്കുകയാണെങ്കിൽ ഇത്ര ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. ഞാൻ എന്താ പറഞ്ഞു, എന്നോട് എന്താ ചോദ്യം ചോദിച്ചാൽ അതെല്ലാം അവൻ വാച്ച് ചെയ്യുന്നുണ്ടായിരുന്നു. അത് വളരെ ശ്രദ്ധിച്ചു. കാരണം ഇപ്പൊ പറഞ്ഞത് തന്നെയായിരിക്കും. അവൻ എന്നെ മനസ്സിലാക്കിയിട്ടുണ്ട്. ഒരു ചേച്ചി എന്ന നിലയിൽ ഞങ്ങൾ രണ്ടും അഭിനയിക്കുമ്പോഴാണ് റൊമാൻസ് അല്ലെങ്കിൽ കാമുകനായിട്ട് അഭിനയത്തിലാണ് ഞങ്ങൾ ടേക്ക് അല്ലെങ്കിൽ കട്ട് പറഞ്ഞാൽ അവൻ എൻ്റെ സ്വന്തം അനിയനും നല്ലൊരു ബെസ്റ്റ് ഫ്രണ്ടും അവന്റെ സ്വന്തം ചേച്ചിയാണ് ഞാൻ. അങ്ങനെയാണ് ഞങ്ങൾ രണ്ടും കാണുന്നത്. സുഹൃത്തുക്കളെ പോലെ തന്നെ, സുഹൃത്തുക്കളെ പോലല്ല, സുഹൃത്തുക്കളാണ്. നല്ല ഹെൽത്തി റിലേഷനിലാണ് ഞങ്ങൾ പോകുന്നത് ഇപ്പം വരെ. അത് അവന്റെ വൈഫിനറിയാം, അവന്റെ വീട്ടുകാർക്കറിയാം, എന്റെ വീട്ടുകാർക്കും അറിയാം. ഈ കാണുന്നവരുടെ കണ്ണിലാണ്. പക്ഷെ അത് അവൻ പറഞ്ഞു കേട്ടോ, ആ പെർഫ്യൂമിന്റെ കാര്യം പറഞ്ഞു. എനിക്ക് ഒരുപാട്, ഞാൻ ഞെട്ടിപ്പോയത് കണ്ടിട്ട്. എനിക്ക് ഭയങ്കര, അത് നല്ല വ്യൂ കയറിയിട്ടുണ്ട്. ഒരുപാട് പേര് അത് അംഗീകരിച്ചതിന് ഒരുപാട് താങ്ക്സ് പ്രതീക്ഷ. താങ്ക് യു സോ മച്ച്. അതെ, എന്ന് വെച്ചാൽ ഞാൻ ഈ ഒരു ചോദ്യം ചോദിക്കുന്നതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ തന്നെ, ലക്ഷ്മി നക്ഷത്ര തന്ന സുധിച്ചേട്ടന്റെ മണമുള്ള പെർഫ്യൂം ചേച്ചി എറിഞ്ഞു പൊട്ടിച്ചു. അത് ഏതവനെ ഇതൊക്കെ പറയുന്നേ? തമ്പലിൻ വന്നാന്ന് തോന്നല്ലേ? അതെ, ആ തരത്തിലാണ് എറിഞ്ഞു പൊട്ടിച്ച പെർഫ്യൂം ഞാൻ ഇപ്പൊ എടുത്ത് കാണിക്കട്ടെ. ഇവന്മാര് എറിഞ്ഞു, ഞാനും അത് കണ്ടായിരുന്നു. ഞാൻ പിന്നെ ചങ്ങരം തെങ്കിലും എന്നുള്ള രീതിയിൽ ഇതൊന്നും വായിക്കാറ് പോലെ അതങ്ങ് വിടും. എന്തിനാടാ ഞാൻ എറിഞ്ഞു പൊട്ടിക്കുന്നത്?
ലക്ഷ്മി നക്ഷത്രം അന്ന് തന്നത് ചിന്നു തന്ന ലക്ഷ്മി തന്ന ചിന്നു തന്ന ആ പെർഫ്യൂം പവിത്രതയോടെ സൂക്ഷിക്കാൻ വേണ്ടി എൻ്റെ കൈകളിലേക്ക് കൊണ്ടു തന്നാണ്. കടലുകൾ താണ്ടി കൊണ്ടുവന്ന സാധനമാണത്. ഒരിക്കലും തിരിച്ചു കിട്ടാൻ പറ്റാത്ത സാധനം. അത് ഞാൻ എത്രത്തോളം പവിത്രതയിലാണ് എന്നും സൂക്ഷിക്കുന്നത് ഞാൻ ഇപ്പൊ എടുത്ത് കാണിക്കാനായത്. കാരണം ഞാൻ ഒരു ആങ്കർമാരുടെ മുന്നിൽ ഞാൻ ഇതെടുത്ത് കാണിക്കാറില്ല. ഒന്നാമത്തെ കാര്യം, എനിക്ക് താല്പര്യമില്ല അത് എല്ലാവരുടെ മുന്നിൽ ഷോ ചെയ്യേണ്ട താല്പര്യം ഇല്ല എനിക്ക്. പക്ഷെ എനിക്ക് നിങ്ങളെന്നുള്ള ഐശ്വര്യയുടെ ഒരു പ്രത്യേക എനിക്കൊരു ഇഷ്ടവും കാര്യങ്ങളും എല്ലാം ഉണ്ട്. അതുപോലെ ഈ ഒരു ചാനലിനോടും ഞാൻ എൻ്റെ മനസ്സ് കുറെ തുറന്നിട്ടുള്ള ചാനലാണിത്. ഒരു പ്രത്യേകത ഉള്ളതുകൊണ്ട് ഞാൻ ഇപ്പം തന്നെ അത് എടുത്ത് കാണിക്കാം. കാരണം ഈ തല്ലിപ്പൊട്ടിച്ചെന്ന് പറഞ്ഞില്ലേ, അതെന്തായാലും കാണിക്കണമല്ലോ. ഞാൻ ഇപ്പൊ തന്നെ എടുത്തിട്ട് വരാം. ഇതാണ് ആ പെർഫ്യൂം, തല്ലിപ്പൊട്ടിച്ച് ദൂരെ കളഞ്ഞെന്ന് പറഞ്ഞ പെർഫ്യൂമാണിത്. ഇത് സുധിച്ചേട്ടൻ്റെ സ്മെല്ലാണ്. ഇതിൽ സുധിച്ചേട്ടൻ്റെ മെമ്മറിയാണ്. യൂസഫ് ഭായ് ആണ് നമുക്കിത് ഗിഫ്റ്റ് തന്നത്. ലക്ഷ്മിയാണത്. എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ലക്ഷ്മിയാണ് അവിടെ പോയി ഇത്രയും കഷ്ടപ്പെട്ട് നമുക്ക് വേണ്ടിയിട്ട് ഇത് ചെയ്തത്. ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഞാൻ ഒരിക്കലും ഇത് തല്ലി പൊട്ടിച്ചിട്ടില്ല. നിങ്ങൾ ഈ പറയുന്ന പെർഫ്യൂം ഇതാണ്. ഞാൻ എന്തിനാണ് ഇത് ഒരു തുള്ളി പോലും കുറഞ്ഞിട്ടുമില്ല. ഇങ്ങനെ കണ്ടാൽ അറിയായിരിക്കും, തുള്ളി പോലും അത് കുറഞ്ഞിട്ടില്ല. അതിന്റെ കണ്ടന്റ് അതുപോലെ തന്നെ ഇരിക്കുന്നു. കാരണം ഇത് അടിക്കാൻ പറ്റൂല, അടിക്കേണ്ടതല്ല. ഞങ്ങൾക്ക് സൂചിച്ചേണ്ട സ്മെല്ല് വേണമെങ്കിൽ ഞങ്ങൾ ഇങ്ങനെ മണക്കും. ഞങ്ങൾക്കറിയാം ഞങ്ങളുടെ സൂചിച്ചേട്ടൻ ഇവിടെ എവിടെയോ ഉണ്ട്. കാരണം ഞാൻ ഇത് അങ്ങനെ മണക്കാറില്ല, എപ്പോഴും ഒന്നും മണക്കാറില്ല. മണത്ത് കഴിഞ്ഞാൽ എനിക്കറിയാം കരയില്ല എന്ന് പറഞ്ഞെങ്കിൽ നമ്മൾ വിഷമിച്ചു പോകും. കാരണം ഏട്ടൻ ഇവിടെ എവിടെയോ ഉള്ള ഒരു ഫീല് ചെയ്യും. ഈ പറയുന്ന മനുഷ്യർ പറയുന്ന പോലെ ഇതെനിക്ക് അടിച്ചോണ്ട് നടക്കാനോ അടിച്ചോണ്ട് നടക്കുന്ന ഒരു സ്മെല്ലല്ല ഇത്. ഇപ്പം നിങ്ങളെ ഇത് മണപ്പിച്ചാൽ പോലും നിങ്ങൾക്കത് മനസ്സിലാവില്ല അതെന്താണ്. നിങ്ങൾക്ക് അയ്യോ ഒന്നും മനസ്സിലാവില്ല. കാരണം ഇതൊരു സുഗന്ധമല്ല. ഇത് പറഞ്ഞാലേ മനസ്സിലാകത്തുള്ളൂ ആൾക്കാർക്ക്. അത് ഇനി എത്രത്തോളം ഞാൻ പറഞ്ഞാലും നെഗറ്റീവ് വരുന്നുകൊണ്ടിരിക്കും. സോ ഇതാണ് നിങ്ങൾ പറഞ്ഞ ആ പൊട്ടിച്ച് കളഞ്ഞെന്ന് പറയുന്ന ആ പെർഫ്യൂം. ഇപ്പോഴും ഇങ്ങനെ തന്നെ ഇരിക്കുന്നു. എൻ്റെ ലൈഫ് ലോങ് ഞാനിത് സൂക്ഷിക്കും. ഞാൻ മരണപ്പെട്ട് കഴിഞ്ഞാൽ എനിക്കറിയില്ല ഇതിൻ്റെ അവസ്ഥ എന്താണെന്ന് എനിക്കറിയില്ല. സോ എൻ്റെ മരണം വരെയും ഞാനിത് സൂക്ഷിക്കും. എന്ന് വെച്ചാല് ഇതിപ്പം ചേച്ചി പറഞ്ഞതുകൊണ്ടാണ്. കാരണം നോർമലി ചിന്തിക്കുന്ന ഒരാൾക്ക് മനസ്സിലാകും ഒരാളുടെ വിയർപ്പിന്റെ മണം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നമ്മൾ പോലും ഒന്ന് വിയർത്ത് കഴിഞ്ഞാൽ നമുക്ക് തന്നെ പുറത്തേക്ക് ഇറങ്ങാൻ ഭയങ്കര മടിയായിരിക്കും. കാരണം ആൾക്കാർക്കൊരു അസഹിഷ്ണുത ഉണ്ടാവില്ലേ എന്നുള്ളൊരു കാര്യം നമ്മൾ ചിന്തിക്കും. ചേച്ചി ചിലപ്പം അത്രയും ടയേർഡായിട്ട് ഇരുന്നത് കൊണ്ടും ചിലപ്പം കണ്ടിന്യൂസ് ആൾക്കാർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് കണ്ടിന്യൂസ് ആംഗിളിലാണ് ചോദിക്കുന്നത്. അതെ, ആ മറുപടി പറഞ്ഞപ്പോ എപ്പോഴോ ഒന്ന് ശ്രദ്ധിക്കാതെ വായിൽ നിന്ന് വീണ് പോയ ഒരു രണ്ട് വാക്കുകളുടെ പേരില് മനുഷ്യനല്ല. അതിന്റെ പേരിൽ ഒരുപാട് ട്രോളന്മാരിറങ്ങി. എനിക്ക് ട്രോളൊന്നും വിഷയമൊന്നുമില്ല, ഞാൻ ആസ്വദിക്കാറുണ്ട് എന്റെ ട്രോൾസ്. രേണു സുധി കൊല്ലം ട്രോൾസ് എന്ന് പറയുമ്പോൾ ഇഷ്ടംപോലെ ഞാനത് ചിരിച്ചാണ് ആസ്വദിക്കാറ്. ഇതൊന്നും വിഷയം. പക്ഷെ ക്രിട്ടിസൈസ് ചെയ്ത് കുറെ കുറ്റവാളിയെ പോലെ എന്നെ ഇട്ട് കുറെ എന്നെ എടുത്ത് ഉടുത്തന്നെ, അങ്ങനെ തന്നെ പറയാം. കുറെ വ്ളോഗേഴ്സ് എന്നെ എടുത്ത് ഉടുത്ത്, അതാണ് നമുക്ക് വിഷയം. തല്ലി പൊട്ടിച്ചു ഇച്ചിച്ചി നാറ്റോ എന്ന് പറഞ്ഞു. അവൾക്ക് ഇത്ര നാളും അതായിരുന്നു വലിയ സംഭവം. എടാ ഈ പറയുന്ന ഏതെങ്കിലും ഒരുത്തം വന്നാൽ ഞാൻ വേണമെങ്കിൽ ഇത് മണപ്പിച്ച് കാണിക്കാം. അപ്പൊ നീയൊക്കെ പറയട്ടെ ഇതിനകത്ത് സുഗന്ധമാണോ അല്ലയോ എന്ന്. ഞാൻ പറയുന്നത് എത്രത്തോളം സത്യമാണ്. നീയൊക്കെ അവിടെ ഇരുന്ന് സ്ക്രീനിന്റെ പുറകെ ഇരുന്ന് നീയൊക്കെ എനിക്കിട്ട് പറയുന്നല്ലോ. നീയൊക്കെ നേരിട്ടോ സുധീലയത്തിൽ ആർക്കും സ്വാഗതം, എല്ലാവർക്കും സ്വാഗതം സുധീലയത്തിലോട്ട്. അവിടെ വന്നാൽ ഇത് ഇവിടെ ഇതേ ഇങ്ങനെ തന്നെ ഇരിപ്പുണ്ട്. എന്റെ ജീവനോടെ ഉള്ളിടത്തോളം കാലം ഇതിവിടെ തന്നെ ഇരിപ്പുണ്ട്. എന്റെ മരണശേഷം ഇതിനെന്താവും എന്നൊന്നും എനിക്കറിയില്ല. അതുവരെ ഇത് ഇവിടെ ഉണ്ട്. നിങ്ങൾ ആര് വേണം ഞാനിവിടെ ഉള്ളപ്പോൾ വന്നിട്ടോ ഞാനിത് കാണിച്ചു തരാം. നിങ്ങൾ പക്ഷെ ആരുടെ കയ്യിൽ തരുന്നതിനോട് എനിക്കൊരു താല്പര്യമില്ല. ഞാൻ അല്ലാതെ ഞാൻ കാണിച്ചിങ്ങനെ തരാം. എന്റെ കയ്യിൽ തന്നെ ഇരിക്കേണ്ട സാധനമാണിത്. കാരണം എന്റെ ഹസ്ബൻഡിന്റെ ഓർമ്മ മെമ്മറിയാണ്. അതുകൊണ്ടാണ് ഞാൻ ആരുടെയും കയ്യിൽ പോലും കൊടുക്കാത്തത്. ചേച്ചി ഇപ്പം ദൂരയാത്രയൊക്കെ പോവാണ്. അപ്പം 2-3 ദിവസത്തേക്കൊക്കെ ആണെങ്കിലും ഷൂട്ടിനായിട്ട് ചേച്ചി ഇവിടുന്ന് പോവാറുണ്ട്. ആ ഒരു ടൈമിൽ ഇതുപോലെ സുജാന്റെ സാന്നിധ്യം അറിയണം എന്നൊക്കെ തോന്നുമ്പോൾ ഫോട്ടോ എപ്പോഴും കൂടെ ഉണ്ടാവും. ഒരു പേഴ്സിനകത്ത് എപ്പോഴും ഫോട്ടോ ഉണ്ടാവും. അതെ. പിന്നെ ഈ ഡ്രസ്സും കാര്യങ്ങളൊന്നും സൂചിച്ചാൽ അധികം ഡ്രസ്സൊന്നും ഇല്ലടാ. ഒരു ഡ്രസ്സ് സത്യം പറഞ്ഞാൽ എന്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ ഏട്ടന് അധികം ഡ്രസ്സൊന്നും ഇല്ല. സ്റ്റാർ മാജിക്കില് പോകുമ്പോൾ അവര് കൊടുക്കുന്ന ഡ്രസ്സ് അത് ഊരി എടുത്തിട്ട് പോകണം. അറിയാതെ എങ്ങനെ കൊണ്ടുവന്നാൽ പോലും 2 ദിവസം കഴിഞ്ഞ് അത് തിരിച്ചു കൊടുക്കും. പിന്നെ ഉള്ള ഡ്രസ്സുകൾ ഞങ്ങളൊക്കെ നിർബന്ധിച്ച് മേടിച്ചത് ആരെങ്കിലും ഡ്രൈവർമാര് കാർ ഓടിക്കാൻ ആരെങ്കിലും വന്ന് അവർക്ക് എടുത്ത് 2 ദിവസം കഴിഞ്ഞ് എടുത്ത് കൊടുക്കും. അങ്ങനെയായിരുന്നു. ഡ്രസ്സൊന്നും അധികം ഇല്ല, അതൊന്നും കൊണ്ടുപോകാനും പറ്റത്തില്ല. പിന്നെ ആ ലാസ്റ്റ് ഉപയോഗിച്ച ഡ്രസ്സ് ഷൂസ് അതൊന്നും നമ്മളത് സൂക്ഷിച്ചു വെച്ചേക്കുവാണ്. അതൊന്നും എടുത്തിട്ട് പോകാൻ പറ്റത്തില്ല. ഫോട്ടോ ഉണ്ട് എപ്പോഴും. പിന്നെ ഒരു എന്താ പറയാ എപ്പോഴും കൂടെ ഉണ്ടാവും അല്ലെ ഉള്ള ഒരു സ്നേഹിക്കുന്ന ഒരാളെ നമ്മൾ ഓർക്കണമെങ്കിൽ ഇതിന്റെ ഒന്നും ആവശ്യമില്ല. എന്നെ സംബന്ധിച്ച് സൂചിച്ചാണ്ട് ഓർക്കണമെങ്കിൽ ഇതിന്റെ ഒന്നും ആവശ്യമില്ല. എൻ്റെ ഉള്ളിൽ സൂചിച്ചാണ്ടുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും ഓർക്കും, മറക്കത്തില്ല.
ഈ ഒരു പെർഫ്യൂം കൂടെ എപ്പോഴെങ്കിലും കൊണ്ടുപോകാൻ അങ്ങനെ? ഇല്ല, ഇത് നമ്മൾ ഇവിടുന്ന് ഞാൻ പറഞ്ഞില്ലേ, പിള്ളേരെന്തെങ്കിലും കളിച്ച് തട്ടിയിടുന്ന മാറ്റി ഒന്ന് സൂക്ഷിച്ചു വെക്കും, എന്നിട്ട് അവിടെ തന്നെ വെക്കും. ഇത് അങ്ങനെ കൊണ്ടു നടക്കാൻ പറ്റത്തില്ല. ഇത് എങ്ങാനും പൊട്ടിയാ പിന്നെ നമ്മള് തീർന്നു. എന്റെ മാനസിക നില അന്നേരം തകർന്നു പോകാൻ ചാൻസ് ഉണ്ട്. കാരണം ഇത് പൊട്ടിക്കഴിഞ്ഞു. ഇത് നല്ല ചില്ലാണ്. ഇത് സൂക്ഷിച്ച് പിടിച്ചില്ലെങ്കിൽ താഴെ പോയി പൊട്ടും. അപ്പൊ നമ്മളിത് കൊണ്ട് ട്രാവൽ ചെയ്യുന്ന കാര്യം ഒന്ന് ആലോചിക്കും. ഞാനെന്നത് എനിക്ക് തന്നെ സ്വന്തമായിട്ട് നടക്കാൻ പറ്റത്തില്ല. അപ്പൊ ഇതിനകത്ത് തുണിയെല്ലാം കുത്തി നിറച്ചാണ്. അതിന്റെ കൂട്ടത്തിൽ ബാഗ് ചിലപ്പോ താഴെ പോവും. എങ്ങാനും ഈ പെർഫ്യൂം അതിനകത്തുണ്ട് താഴെ പോയി പൊട്ടിയാ പിന്നെ ഞാൻ പറഞ്ഞിട്ട് കാര്യമില്ല. അതാണ്. ഈ ഒരു പെർഫ്യൂമിന് വേണ്ടിയിട്ട് കൊടുത്ത ആ ഒരു ഡ്രസ്സ് ഇപ്പോഴും ഉണ്ടോ? ഇപ്പോഴും ഉണ്ട്. അത് ഞാൻ കളഞ്ഞിട്ടില്ല. അത് സുധിച്ചേട്ടൻ ആ കൈ മടക്കിയ ആ മടക്ക് പോലും, സുധിച്ചേട്ടൻ മടക്കിയ ആ മടക്ക് പോലും ഇന്നും അതുപോലെ സൂക്ഷിക്കുന്നു. കാരണം എനിക്ക് സുധിച്ചേട്ടനല്ലേ ഇങ്ങനെ മടക്കുന്നത് കൈ, ഏട്ടനല്ലേ, വേറെ ആരും ഏട്ടന്റെ കൈ നിന്ന് മടക്കൂ ഇല്ല. ഏട്ടൻ മടക്കുന്ന ഒരു രീതിയുണ്ട്. ആ രീതി ഞാനാണ് പറയുന്നത്. മുട്ടിന്റെ ഇവിടം തൊട്ടേ മടക്കാവുള്ളൂ ഏട്ടാ, ഫുൾ കൈ ഷർട്ടേ ഇടാവുള്ളൂ, ഹാഫ് കൈ ഇടുന്ന എനിക്ക് ഇഷ്ടമില്ല. ഇങ്ങനെ മടക്കിയത് അത് ഇപ്പോഴും ഉണ്ട്. അതുപോലെ പാന്റിന്റെ അടിയിൽ ഒരു മടക്കുണ്ട്, ഇച്ചിരി നീളമുള്ള പാന്റാണ്. അപ്പൊ ആളൊരു മടക്കും അതേപോലെ വെച്ചിട്ടുണ്ട്. അതാണോ അപകട സമയത്ത് ആ ഡ്രസ്? അങ്ങോട്ട് ലാസ്റ്റ് ഞാൻ കണ്ടത് ലാസ്റ്റ് ഇട്ടുകൊണ്ട് പോയ ഡ്രസ് അതാണ്. പിന്നെ ഞാൻ കണ്ടിട്ടില്ല ആളെ ജീവനോട്. ആ ഡ്രസ് ആരാണ് ചേച്ചിനെ ഏൽപ്പിക്കുന്നത്? ഫ്ലവേഴ്സ് ആണ് ഏൽപ്പിക്കുന്നത്. അതെ, ഫ്ലവേഴ്സ് സുഭാഷ് എന്ന് പറയുന്ന കോർഡിനേറ്റർ. അതെ. ഒരു ഡ്രസ് മാത്രമായിരുന്നു ചേട്ടൻ്റെതായിട്ട്? അതില് ബാഗ് ഉണ്ടായിരുന്നു, ബ്ലഡ് ഫുള്ളും, ബാഗിനകത്ത് ഫുള്ള് ബ്ലഡ് ആയിരുന്നു. ബാഗ് ഫുള്ളും ബ്ലഡ് ആണ്. ആ ഒരു ഭാഗം മുഴുവൻ ബ്ലഡ് ആണ്. ഇപ്പോഴും ആ ബ്ലഡ് കറയൊന്നും കളഞ്ഞിട്ടില്ല. കത്തിക്കണം, ബ്ലഡ് ആണ്. ഞാനും കിച്ചു പറഞ്ഞില്ല. അപ്പൊ എന്നോട് പറഞ്ഞു, കിച്ചു ഈ ബാഗ് നമ്മൾ സൂക്ഷിക്കണം. അപ്പൊ എന്നോട് ശരിയാമേ നമുക്ക് സൂക്ഷിക്കണം അന്ന് പറഞ്ഞാണ് കിച്ചു. അച്ഛൻ അവസാനമായിട്ട് നമുക്ക് തന്നിട്ട് പോയത് ബ്ലഡ് ആണെങ്കിലും നമ്മളത് സൂക്ഷിച്ചു. ഞാൻ പറഞ്ഞു അത് ഇനി ആരെന്ത് പറഞ്ഞാലും അത് കത്തിക്കത്തില്ലെന്ന് പറഞ്ഞു. കാരണം അത്രയും ബ്ലഡ് ആണ്. ഏട്ടൻ്റെ ഫുള്ള് ബ്ലഡ് ആയിരുന്നു അതിനകത്ത്. ഡള്ളായി സൂചിച്ചേട്ടൻ്റെ മുഖം. കാരണം ആള് നല്ല ബ്രൈറ്റ് ആയിട്ട് ഇരുന്നിട്ട് ആ നോട്ടം എനിക്കത് മറക്കാൻ പറ്റത്തില്ല. ആ നോട്ടം ജൂൺ 4-ാം തീയതി ആൾ എന്നെ ഒരു നോട്ടം നോക്കി. ആ നോട്ടം, ആളുടെ കണ്ണിന്റെ ആ പവർ, അതുപോലെ ആളുടെ മുഖം ഡള്ളായിട്ട് കണ്ണ് മാത്രം നമുക്കിടുന്നു. കാരണം ഇവിടെ എല്ലാം അങ്ങ് ഡള്ളായി, പെട്ടെന്ന് ഇരുണ്ട് കയറിയ പോലെ കണ്ണ്. അതെന്താ എനിക്കറിയില്ല. മരണത്തിന് കുറച്ച് മണിക്കൂറിന് മുന്നെയാണ് ആ നോക്കി. വൗട്ടെ ഒരിക്കലും ഇനി കാണില്ല എന്നുള്ള രീതിയാണോ? എന്നിട്ട് ആള് നടന്നാ പോയത്, കവല വരെ നടന്നു പോയി. അപ്പൊ ചേച്ചിയുടെ ഹസ്ബൻഡ് പുറകെ വന്നപ്പോ ആള് നടന്നു പോയപ്പോ ചേച്ചിയുടെ ഹസ്ബൻഡ് ചോദിച്ചു, അളിയാ എന്നെ ഒന്ന് വിളിക്കാൻ പറ്റുന്നത്, ഞാൻ കൊണ്ടൊക്കെ. ഞാനിങ്ങനെ നടന്നും കേട്ടു. അവസാന വഴി യാത്രയായിരുന്നു. ആ വഴി കൂടെ ഒരുപാട് സഞ്ചരിച്ചതാണേ. ഞാനിങ്ങനെ ഓരോരുത്തരോട് വർത്താനം പറഞ്ഞ് നടന്നും കേട്ടും പോയ വഴി എനിക്ക് നടക്കണമെന്ന് തോന്നി നടന്നെന്ന്. പക്ഷെ പിറ്റേ ദിവസമാണ് അറിയുന്നത് ഇങ്ങനൊരു അത്യാഹിതം സംഭവിക്കാൻ പോകുന്നതിന്റെ ഒരു സൂചനയായിരുന്നു ആ മുഖത്ത് ഞാൻ അറിഞ്ഞത്. ഞാൻ പോവാണെന്ന് തന്നെയാണ്. ആത്മാവായിരിക്കും എന്നെ നോക്കിയത്. മേ ബി സുധിച്ചേട്ടന്റെ ആത്മാവായിരിക്കും എന്നെ നോക്കിയത്. സുധിച്ചേട്ടനല്ല അവിടെ ഞാൻ, സുധിച്ചേട്ടനല്ല ഞാൻ കണ്ടത് അവിടെ. സുധിച്ചേട്ടനെ അല്ല, ഇന്നലെ തലേന്ന് വരെ കണ്ട സുധിച്ചേട്ടനെ അല്ല ഞാൻ അവിടെ കണ്ടത്. ആ ഉള്ളിലെ ആളവിടെ സ്റ്റക്കായിട്ട് നിന്നു. ആ ഉള്ളിലെ ആത്മാവാണ് എന്നെ നോക്കിയത്. അതെനിക്ക് മനസ്സിലായി. അത്രയ്ക്ക് നോട്ടമായിരുന്നു. ഞാൻ ആ നോട്ടത്തെ പറ്റി ഇന്നുവരെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടില്ല. അതെനിക്ക് പറഞ്ഞേ പറ്റൂ. കാരണം ജൂൺ 5 ആവാൻ പോകുന്നു, നെക്സ്റ്റ് വീക്ക്. ആ ജൂൺ 4 എന്നെ നോക്കിയ നോട്ടമാണ് അവസാന നോട്ടം. പിന്നെ എന്നെ നോക്കിയിട്ടില്ല. പിന്നെ ഒരൊറ്റ വീഡിയോ കോൾ ചെയ്തു 12:45 മരിക്കുന്നതിന് മണിക്കൂറിന് മുന്നേ വീഡിയോ കോൾ ചെയ്തു. കരഞ്ഞു, കുഞ്ഞിനെ കാണിച്ചു, പൊട്ടിക്കരയാണ്. കാറിൽ കയറുന്നതിന് മുന്നേ. ഞാൻ ചോദിച്ചു എന്താ കാര്യം? ഔട്ടെ എനിക്ക് പല്ലുവേദനയാടി. ഇപ്പൊ ഞാൻ വിശ്വസിച്ചില്ല. പോയട്ടാ, എന്ത് പല്ലുവേദന? കുഞ്ഞിനാ പല്ല്. അപ്പൊ കുഞ്ഞിന് കറക്റ്റ് പല്ലുവേദന. അപ്പനും മോനും ഏകദേശം 7 മണിയായപ്പോ 2 പേർക്കും പല്ലുവേദന. ഞാനന്ന് ഇവന്റ് വർക്കിന് പോവായിരുന്നു. അപ്പൊ ഞാൻ അങ്ങോട്ട് പോയപ്പോഴത്തേന് കിച്ചുവും പിന്നെ എൻ്റെ ഒരു ഫ്രണ്ട് അനിയത്തിയുടെ ഫ്രണ്ടുമാണ് കുഞ്ഞിനെ നോക്കിയത്. ഞാനും അനിയത്തിയും കസിൻ അനിയത്തിയും കൂടെ ഇവന്റ് വർക്കിന് പോയി. അപ്പം എൻ്റെ ചേച്ചിയും ഫാമിലിയൊക്കെ പപ്പാടെ കൂടെ ആശുപത്രിയിലാണ്. സീരിയസാ പപ്പായിക്കന്ന്, സീരിയസ് ആയിട്ട് കിടക്കുക. അപ്പം കുഞ്ഞ് ചെന്ന് 7 മണിയായപ്പം ഋതപ്പൻ പല്ലിങ്ങനെ കാണിച്ചെന്നു കിച്ചു നോക്കിയ പല്ലുവേനയാന്ന് മനസ്സിലായി. സെയിം രീതി സുധിച്ചേട്ടനും പല്ലുവേന. 2 പേർക്കും ഒരേ നീര്. കൊച്ചിന്റെ ഇവിടെ ഇങ്ങനെ ആയിരുന്നത്. പിറ്റേ ദിവസം ആശുപത്രി കൊണ്ട് ഏട്ടൻ മരിച്ചെന്നറിഞ്ഞപ്പോ ഞാൻ ഒന്നും നോക്കിയപ്പോ കുഞ്ഞിന്റെ ഇത്രയുണ്ട്. അനിയത്തിയെ വിളിച്ചിട്ട്, ആര്യയെ എനിക്കൊന്നും അറിയത്തില്ല, സൂചേട്ടൻ പോയി എന്നറിഞ്ഞത്. എന്തോ സൂചേട്ടൻ പറ്റിയിട്ടുണ്ട്, കൊച്ചിനെ വേഗം ആശുപത്രി കൊണ്ടുപോകണം പറഞ്ഞു. എനിക്കറിയത്തില്ല, ഞാൻ നോക്കത്തില്ല, ഇങ്ങനെ തന്നെ പറഞ്ഞേ. എനിക്ക് നോക്കാനൊന്നും പറ്റത്തില്ല, ഞാൻ ആശുപത്രി നീ എങ്ങനെയല്ലോ കുഞ്ഞിനെ ആശുപത്രി കൊണ്ടുപോടി എന്ന് പറഞ്ഞു.
സൂചിയുടെ തലേന്നും കൂടെ പറഞ്ഞു വെളുപ്പിനെ കുഞ്ഞിനെ ആശുപത്രി കൊണ്ടുപോകണം, എന്നെയും കൂടെ കൊണ്ടുപോകണേ നേട്ടം പറഞ്ഞു. ഞാൻ വേഗത കൊണ്ടുപോകും. ഇവളും ഇവിടെ കൂട്ടുകാരനും കൂടെ ബൈക്ക്, അതൊന്നും ആരും പറഞ്ഞില്ല. ഒരു ഒറ്റ പോക്ക് ആശുപത്രി പോയപ്പോൾ ഡോക്ടർ അന്നേരം ഫുള്ള് സൂചിയുടെ ഈ സ്ക്രീനിൽ കാണിക്കുക താലൂക്ക് ആശുപത്രി. അപ്പം ക്യൂ നിൽക്കുക താലൂക്ക് ആശുപത്രിയിൽ, ഗവൺമെന്റ് ആശുപത്രി, നമ്മുടെ പൈസ ഒന്നുമില്ല കൊണ്ടുപോകാൻ. അപ്പം ആൾക്കാർ അപ്പൊ ഈ കുഞ്ഞിങ്ങനെ നീര് കൊണ്ട് തുറന്നപ്പോ പഴുപ്പ് ചാടുമായിരുന്നു. എങ്ങനെ എനിക്കറിയില്ല അതൊക്കെ എങ്ങനെ സംഭവിച്ചത്. ഒറ്റ നിമിഷം കൊണ്ടാ നികർത്തത്. അതുവരെ കുഞ്ഞിന് വേദനയൊന്നും ഇല്ലായിരുന്നു. അപ്പം ക്യൂ നിൽക്കുമല്ലേ, അപ്പം ഡോക്ടേഴ്സ് ഇങ്ങനെ സംസാരിച്ചു. ഇവര് പറഞ്ഞു ഇത് സുധിച്ചേണ്ട കൊച്ചാന്ന് പറഞ്ഞപ്പോ അയ്യോ വേഗം കയറ്റിവിടാൻ പറഞ്ഞു. അപ്പം മരണവാർത്ത ഇങ്ങനെ സ്ക്രീനിൽ വന്നോണ്ടിരിക്കുക. അങ്ങനെ വന്ന് കുഞ്ഞിനെ നോക്കി സുധിച്ചേണ്ട കുഞ്ഞാന്ന് പറഞ്ഞപ്പോ അവരതുപോലെ കെയർ ചെയ്ത് വാ തുറന്ന് നോക്കി. ഇപ്പൊ കുഞ്ഞ് മിണ്ടാ കിടക്കുക, പഴുപ്പോട് പഴുപ്പ. രണ്ടു കൊച്ചിന് സീരിയസ് ആണ്, നിങ്ങൾ നേരെ ESIയിലോട്ട് കൊണ്ടുപോയി. ഈ ആര്യ എന്ന് പറയുന്ന അനിയത്തിയോട് പറയുവാണ്. അവള് മിണ്ടാതെ അവള് കരയാൻ പറ്റുന്നില്ല. കാരണം സുചേട്ടൻ മരിച്ച ആ ഒരിത്, കുഞ്ഞിന്റെ ഇത് എന്നാ ചെയ്യണം അവർക്ക് അറിയില്ല. ഞാൻ നോക്കുന്നില്ല, എനിക്ക് നോക്കാൻ പറ്റുന്നില്ല കുഞ്ഞ്. ഞാൻ വേറൊരു അവസ്ഥയിലാണ്. കുറേ അനുഭവിച്ച അന്നത്തെ ദിവസം ഈ പറയുന്ന ഈ നെഗറ്റീവ് പറയുന്ന ആർക്കും അറിയാത്ത അനുഭവമായിരുന്നു ഞാൻ അന്ന് കിടന്ന് അനുഭവിച്ചത്. എല്ലാരും ഉണ്ടായിരുന്നു, പക്ഷെ എനിക്ക് വലിയൊരു ശൂന്യതയായിരുന്നു. എനിക്കൊന്ന് പൊട്ടിക്കരയാൻ പോലും പറ്റുന്നില്ല. കണ്ണുനീരൊന്നും ഇല്ല, വേറൊരു ലോകത്തായിപ്പോയി. കുഞ്ഞിനെ നോക്കുന്നില്ല. ആരാ ചേച്ചിയോട് ആദ്യം ഈ ഒരു മരണവിവരം പറയുന്നത് ആരാ? ഞാൻ രാവിലെ എഴുന്നേറ്റപ്പോഴത്തേന് ഇന്ന പോലെ സംഭവിച്ചു. ആൾക്കാരെല്ലാം വെളിയിൽ നിൽക്കുക. ഞാൻ കഥവ് തുറന്നിട്ട് അവിടെ തൊട്ട് ആളാ. അത് കോളനി ഭാഗമാണ്, കോളനി ഏരിയ ആണ്. നമ്മൾ അവിടെയാണ് താമസമുള്ളത്. അപ്പൊ നമ്മൾ ആൾക്കാരെല്ലാം ചുറ്റും നല്ല അയൽപക്കംകാരായിരുന്നു. എല്ലാവരും നല്ല സ്നേഹമുള്ളവരാണ്. എല്ലാവരും നോക്കി നിൽക്കുക. അപ്പം 24 വന്നിട്ടുണ്ട്. അവരെ തടഞ്ഞു നിർത്തിക്കുക. രേണു അറിഞ്ഞിട്ടില്ല. അപ്പൊ ഐശ്വര്യയും വന്നിട്ടുണ്ട്. ഐശ്വര്യ കൂടെ അഭിനയിച്ചു. ഇവരെ തടഞ്ഞു നിർത്തിയേക്കുക. സ്റ്റാർ മാജിക്കിൽ ഐശ്വര്യ. കാരണം രേണു അറിഞ്ഞിട്ടില്ല. കണ്ണു തുറന്നൊക്കെ എല്ലാരും ഇങ്ങനെ. ഞാൻ ചോദിച്ചേ എന്നെ കാര്യം എന്നാന്ന് ചോദിച്ചു. അത് അപ്പൊ അപ്പുറത്തൊരു അമ്മച്ചി, അത് സുധിയൊക്കെ പോയൊരു വണ്ടി ആക്സിഡന്റ് ആയിരുന്നേ, കുഴപ്പമൊന്നുമില്ല, സുധിക്ക് കുഴപ്പമൊന്നുമില്ല, 2 കാലോ കയ്യോ കണ്ടുപിടി. അപ്പൊ ഞാൻ ചോദിച്ച ചോദ്യം ബിനുചേട്ടൻ എന്ത് പറ്റി? ബിനുചേട്ടന് കുഴപ്പമൊന്നും ഇല്ലല്ലോ. എന്നിട്ട് സുചേട്ടൻ മരിച്ചെന്നോ സുചേട്ടൻ ഒന്നും പറ്റുന്നോ എന്റെ മനസ്സിൽ പോലും ഇല്ല. ബിനുവാടിമാനിക്ക് കുഴപ്പമൊന്നുമില്ല ഇങ്ങനെ പറഞ്ഞു. ബിനുവാടിമാനിക്ക് കുഴപ്പമൊന്നുമില്ല. അപ്പൊ എന്റെ വിചാരം ബിനുചേട്ടനുണ്ട്. മഹേഷിന്റെ കാര്യം എനിക്ക് അറിയത്തില്ല അതിനകത്തുള്ള കാര്യം. ബിനുചേട്ടൻ കൂടെ ഉണ്ടെന്ന് എനിക്കറിയാം. മഹേഷിന്റെ കാര്യം പിറ്റേ ദിവസമാണ് ഞാൻ അറിയുന്നത്, മഹേഷ് കുഞ്ഞുമോന്റെ കാര്യം. അപ്പം ബിനുചേട്ടൻ ഉണ്ടെന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു ബിനുചേട്ടൻ എന്തെങ്കിലും പറ്റുമോ? എന്നിട്ട് സുചേട്ടന്റെ കാര്യം ഞാൻ കാരണം സുചേട്ടൻ ഒരു കുഴപ്പമില്ല. നമ്മളൊരിക്കലും നമ്മളെ കെട്ടിയോന് കൈയും കാലും വേണ്ടി നമ്മൾ ചിന്തിക്കുമോ? മരിച്ചു പോകും നമ്മൾ ഒരിക്കലും ചിന്തിക്കത്തില്ല. അപ്പൊ ഞാൻ നിന്ന് പറയുന്നില്ല. അപ്പൊ എല്ലാവരും ഇപ്പൊ കുറച്ച് കഴിഞ്ഞപ്പോ തന്നെ ഞാൻ എല്ലാവരും ചോദിക്കും സുചേട്ടന് കുഴപ്പമൊന്നും ഇല്ല, ആരും വരുമൊന്നും വേണ്ട. ഓരോ വീടും കയറി ഇറങ്ങി ഞാൻ ചോദിക്കുവോ സൂചന എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഒന്നും ഇല്ലല്ലോ, സൂചന ഉണ്ടല്ലോ അല്ലേ? എനിക്ക് സൂചന ഇല്ലാതെ പറ്റത്തില്ല. ഞങ്ങൾ ഇന്നലെയും കൂടെ എനിക്ക് സൂചനോട് ഒരു നേരം വഴക്ക് പിടിക്കാതെ എനിക്ക് പറ്റും. ഞങ്ങൾ സൗന്ദര്യപ്പണക്കം എപ്പോഴും ഉള്ളത്. എനിക്ക് സൂചനോട് വഴക്ക് പിടിക്കാതെ പറ്റത്തില്ല, സൂചനെ കാണാതിരിക്കാൻ പറ്റത്തില്ല. ഉണ്ടോ ഇല്ലോ ഇത് മാത്രം നിങ്ങൾ അറിയിക്കണമെന്ന് ഞാൻ ഒന്നും അറിയാതെ ഇങ്ങനെ കിണറ്റുകാരെ ഇരിക്കുക. അപ്പൊ അപ്പുറത്തെ സൈഡിൽ നിന്ന് ഒരു കുട്ടി വന്നിട്ട് ഓടി. അപ്പുറത്തെ വേറെ സ്ഥലമാണ്. ചേച്ചി ബോഡി എങ്ങോട്ടാ കൊണ്ടുവരുന്നത്, കൊല്ലത്തോട്ടാണോ ഇങ്ങോട്ടാണോ? അപ്പൊ എനിക്ക് മനസ്സിലായി അയ്യോ അതൊരു വല്ലാത്തൊരു നിമിഷമായിരുന്നത്. എനിക്കത് ഓർക്കാൻ പോലും എന്റെ തലേന്നൊരു കിളിയൊക്കെ പറന്ന പോലെ ഒരു മിന്നല് പോലായിരുന്നു അത്. പിന്നെ എനിക്ക് ഓർമ്മയില്ല, എന്തോ കിളി പോയ ഒരു അവസ്ഥയായിരുന്നു. ഞാൻ അത് വീഡിയോസ് കണ്ടാൽ അറിയായിരിക്കും, കിളി പോയ ഒരവസ്ഥ തന്നെയാണ്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ബോധം വരും. അപ്പോഴാണ് എനിക്ക് കാണണമെന്നില്ല അങ്ങനെ, കാരണം തലേന്ന് ഇങ്ങനെ പോയ ഒരാള് പിറ്റേ ദിവസം അനങ്ങാത്ത ഒരു ശരീരമായിട്ട് വരുമ്പോൾ നമുക്കത് അംഗീകരിക്കാനോ കാണാനോ ഉള്ള ശേഷിയില്ല. അത്രയുള്ള മനക്കെട്ടിയൊന്നും എനിക്ക് അന്നില്ലായിരുന്നു. പക്ഷെ ഇന്ന് നല്ല മനക്കെട്ടിയാണ് എനിക്ക്. അന്ന് എനിക്ക് ആ ഒരു മനക്കെട്ടിയേ ഇല്ലായിരുന്നു. ഞാൻ ഓടി അപ്പുറത്തെ വീട്ടിൽ പോയി കാണണ്ടെന്ന്. അതിന് വരെ കമന്റ് അടിച്ചവരുണ്ട്. അവളെന്തൊരു അഹങ്കാരിയാ, അവക്ക് കാണണ്ടെന്ന് സ്വന്തം കിട്ടിയവന്. എങ്ങനെ ഇരിക്കുന്നു? അപ്പൊ അന്ന് തൊട്ടേ എന്നോട് ഈ നെഗറ്റീവ് ഉണ്ടായിരുന്നു ആൾക്കാർക്ക്. അപ്പൊ ഈ ഒരു അന്ന് ആക്സിഡന്റ് നടന്ന ആ ഒരു ഡ്രസ്സ് തന്നെയാണോ ചേച്ചി പെർഫ്യൂം അന്ന് കൊണ്ടുപോയ ഡ്രസ്സ് തന്നെ? ഞാൻ നോക്കിയപ്പോ അവസാനമായിട്ട് ഇട്ടോണ്ട് പോയ ഡ്രസ്സ് തന്നെയാണ്. അതെ, അത് എന്തായാലും ഊരുവായാലും ഇപ്പൊ പ്രോഗ്രാമിൽ കയറുമ്പോൾ ഇത് ഊരുവല്ലോ. അപ്പോഴും ലാസ്റ്റത്തെ ആ ഒരു ഫുള്ള് കാര്യങ്ങളും ഏട്ടൻ്റെ അതിനകത്ത് തന്നെയാണല്ലോ ഉള്ളത്. മണമാണേലും എല്ലാം ആണെങ്കിലും. അപ്പൊ കയ്യിലാണെങ്കിൽ പോലും ആളിടിച്ചപ്പോ തന്നെ ആ പിന്നെ ബാഗ് മുഴുവൻ ബ്ലഡ് ആയിരുന്നു. ഓൾറെഡി അതിനകത്തെല്ലാം കാണും ബ്ലഡും. അതുപോലെ സിഗരറ്റ് ഒക്കെ വലിച്ചതിന്റെ ഒക്കെ ഉണ്ടെന്നാണ് അതറിഞ്ഞത്. അതിനകത്ത് ആള് വല്ലപ്പോഴും വലിക്കും, ജസ്റ്റ് ഷൂട്ടില്ലാത്തപ്പം സ്മോളൊക്കെ കഴിക്കും, അങ്ങനെയൊക്കെ ഒരാളാണ്. അപ്പൊ ഷൂട്ടുള്ളപ്പോ ഒന്നും ചെയ്യൂല, തിരിച്ചു വന്നപ്പോ കഴിച്ചതിന്റെ ഒക്കെ ഉണ്ട്. എല്ലാം കൂടെ ഉള്ളതാണ് ആ ഒരു സ്മെല്ല്. വിയർപ്പും ഉണ്ട്, ആ ഒരു സ്മെല്ലാണ്. അതെ. ഇപ്പം ഇൻ കേസ് ചേച്ചി ഇതിപ്പോ യൂസ് ചെയ്ത് ഒരു പെർഫ്യൂം തീരുന്നു എന്നൊരു സിറ്റുവേഷൻ വരെ എന്ത് ചെയ്യും ചേച്ചി? അങ്ങനെ തീരത്തില്ലല്ലോ. അങ്ങനെ തീർന്നു കഴിഞ്ഞാൽ ഇനി ആരും നമുക്ക് തരാനെടുക്കെ. ഒരു പ്രാവശ്യമല്ലേ പറ്റുള്ളൂ.
പ്രാവശ്യം അതിന്റെ മണം മുഴുവൻ എടുത്തില്ല. ഇതിപ്പോ പൂപ്പലായിപ്പോയില്ലേ, ആ ഡ്രസ് ഒന്നും കഴുകിയിട്ടൊന്നുമില്ല, അതുപോലെ വെച്ചേക്കോലെ പൂപ്പലായി കാണും. ഇനിയിപ്പൊ ആ സ്മെൽ എടുക്കാൻ പറ്റൂലല്ലോ. എപ്പോഴെങ്കിലും ആ ഡ്രസ്സ് പുറത്തെടുത്ത് നോക്കാറുണ്ടോ? ഞാൻ അത് അടുക്കി പറക്കുമ്പോൾ ഇപ്പോഴും എടുത്തായിരുന്നു. കാരണം തുണിയല്ല, എന്റെ തുണിയുടെ കൂടെ തന്നെയാണ് വെച്ചിരിക്കുന്നത്. അത് സെപ്പറേറ്റ് മാറ്റിയൊന്നും വെച്ചിട്ടില്ല, അത് അതുപോലെ തന്നെ വെച്ചിട്ടുണ്ട് എന്റെ തുണിയുടെ കൂടെ തന്നെ. അല്ലാതെ ചേട്ടൻ മരിച്ചുപോയ ചേട്ടന്റെ തുണി മാറ്റി ഒന്നും വരെ ചെയ്തില്ല. എന്റെ തുണി എവിടെയാണോ അവിടെ തന്നെ വെച്ചിരിക്കുന്നത്. അപ്പൊ എപ്പോഴും എന്റെ തുണി ഇങ്ങനെ എടുക്കുമ്പോ ആ കൂട്ടത്തിൽ അതുകൊണ്ട്. അതെ, ചേച്ചി അതുപോലെ കുറെ ഈ പറയുന്ന പോലെ നെഗറ്റീവ് അനുഭവിച്ചിട്ടുള്ള കാര്യമൊക്കെ പറഞ്ഞപ്പോഴാണ് ഞാൻ ഒരു കാര്യം ഇങ്ങനെ ഓർക്കായിരുന്നു. കഴിഞ്ഞ തവണ നമ്മൾ കിച്ചുവിന്റെ ഇന്റർവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. കാരണം എക്സ്ക്ലൂസീവ് ആണ് കിച്ചു. അങ്ങനെ എവിടെ ഒരു വീഡിയോയുടെ മുന്നിൽ വരാതെ നിൽക്കുന്ന കിച്ചുവിനെ നമ്മൾ നമ്മുടെ ചാനൽ വഴിയിട്ടാണ്, കാരണം കിച്ചുവിന് പറയാനുള്ളത് എന്താണെന്ന് അറിയണം, അതായിരുന്നു ഞങ്ങളുടെ ആവശ്യം. അപ്പോൾ പക്ഷെ ആ ഒരു ടൈമിൽ ഞാൻ ഇങ്ങനൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു, കിച്ചുവിന് എഡ്യൂക്കേഷൻ അമ്മ എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യാറുണ്ടോ എന്നുള്ളത്. അപ്പം ആ ഒരു ടൈമില് കാരണം ചേച്ചിക്ക് തന്നെ അറിയാലോ, ഫ്ലവേഴ്സ് ആണ് കിച്ചുവിന്റെ എഡ്യൂക്കേഷൻ കാര്യങ്ങളെല്ലാം എന്നുള്ള ഒരു കാര്യം നമ്മുടെ ചാനൽ വഴിയാണ് ഫസ്റ്റ് ഡിസ്ക്ലോസ് ചെയ്യുന്നത്. ഞാനും കിച്ചും കൂടെ ഒരുമിച്ചാണ് പറഞ്ഞത് ഞങ്ങളെ ഫ്ലവേഴ്സ് ആണ് അവന്റെ പഠനം. കാരണം എന്നെ കൊണ്ട് ഒന്നും നടക്കത്തില്ല. ഫ്ലവേഴ്സിന് ഒരുപാട് നന്ദി, അവരിപ്പോഴും കിച്ചുവിനെ പഠിപ്പിക്കുന്നു ഫ്ലവേഴ്സ്. ഞാൻ അവന് പോക്കറ്റ് മണികളാണ് കൊടുക്കാറുള്ളത്. കാരണം അല്ലാതെ എന്നെ കൊണ്ട് നിവൃത്തിയില്ല, പഠിപ്പിക്കാനുള്ള നിവൃത്തിയില്ല. ഫ്ലവേഴ്സ് ആണ് അത് ചെയ്യുന്നത്. നിങ്ങളുടെ ചാനലിലൂടെയാണ് ഫസ്റ്റ് പറഞ്ഞത്. കാരണം എന്ന് വെച്ചാൽ ചേച്ചി ആ ഒരു ഇന്റർവ്യൂ പുറത്തു വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ആ ഫ്ലവേഴ്സ് എന്നുള്ളൊരു പേര് മനഃപൂർവ്വം നമ്മൾ ചാനലിൽ നിന്ന് പറയാൻ അനുവദിച്ചില്ല, അല്ലെങ്കിൽ പറഞ്ഞത് തന്നെ പുറത്ത് റിയാക്ഷൻ വീഡിയോസ് കണ്ടു, ഞാനും കണ്ടു. ഞാനും കിച്ചും കൂടെ അതേ സമയം ഇരുന്നോണ്ടാണ് ഇന്റർവ്യൂ തന്നെ. ഞങ്ങൾ രണ്ടും ഒരുമിച്ചാണല്ലോ പറഞ്ഞ ഫ്ലവേഴ്സ് ആണ്. പിന്നെ അതും പറയാതിരിക്കണ്ടേ? എന്തുവായി പറയുന്നത്? എന്താ വെച്ചാൽ മനുഷ്യർ റിയാക്ഷൻ വീഡിയോസ് ഞാൻ കുറച്ചു മുന്നേ പറഞ്ഞ പോലെ തന്നെ ഇതൊക്കെ തന്നെയാണ് റിയാക്ഷൻസ്. തമ്പലിനാണ് പ്രശ്നം. ഇവർക്ക് എങ്ങനെയും വ്യൂ കൂട്ടണം. അതിന് എന്ത് നെഗറ്റീവ് അടിച്ചാണ് ഇവർ ചെയ്യുന്നത്, നെഗറ്റീവ് പറയണം. അതെനിക്ക് തോന്നുന്നു ഞങ്ങൾ രണ്ടും ഒരുമിച്ചാണ് പറഞ്ഞത് ഫ്ലവേഴ്സ് ആണ് ചെയ്യുന്നത്. ഞാൻ ഇന്നും പറയുന്നു ഫ്ലവേഴ്സ് ആണ് ചെയ്യണത്. നിങ്ങളുടെ ചാനലിൽ കൂടെ തന്നെയാണ് ആദ്യം അത് പറഞ്ഞത് ഞാൻ. അതുപോലെ ഈ പറയുന്ന പോലെ അങ്ങനെ റിയാക്ഷൻ വീഡിയോസ് ഒരുപാട്. അപ്പം നമ്മൾ അത് നോർമലി ചേച്ചിയുടെ ഇന്റർവ്യൂസ് ഫോളോ ചെയ്യുന്നവർ ഒരാളെങ്കിലും ഉണ്ടെങ്കിൽ ഓർക്കാൻ സാധിക്കുമായിരിക്കും നമ്മുടെ ചാനൽ വഴിയിട്ടാണ് ഫസ്റ്റ് ഇത് ഡിസ്ക്ലോസ് ചെയ്യുന്നതെന്നുള്ള കാര്യം. അതുപോലെ തന്നെയാണ് കിച്ചുവിന്റെ ഇന്റർവ്യൂ ചെയ്തതിന്റെ പേരിൽ എനിക്കെതിരെ ഭയങ്കരമായ നെഗറ്റീവ് കമന്റുകൾ ഉണ്ടായിരുന്നു. അതായത് കുഞ്ഞൊരു പയ്യനെ പിടിച്ചിരുത്തി ചോദിക്കേണ്ട ചോദ്യങ്ങളാണോ നീ ചോദിക്കുന്നതെന്ന് പറഞ്ഞു. കിച്ചുവിന് 20 വയസ്സുള്ള ഒരു കുട്ടിയാണ്. മക്കൾ എത്ര വലുതായാലും നമുക്ക് മക്കള് കുഞ്ഞുവാവ തന്നെ. അതല്ല എങ്കിലും അവനൊരു പൗരനാണ് ഇന്ത്യയിലെ. അവന് തിരിച്ചറിവ് ശരി ഏതാ തെറ്റാതെന്ന് അറിയുന്ന ഒരു കുട്ടിയാണ്. ആ കുട്ടിയെടുത്ത് ചോദ്യം ചെയ്യുമ്പോൾ ഞാനുണ്ടല്ലോ. ഇന്ന് വരെ നെഗറ്റീവ് ഐശ്വര്യ ചോദിച്ചാട്ടെ എനിക്ക് തോന്നുന്നില്ല. ആ കുട്ടി ഉത്തരവും പറയുന്നുണ്ടായിരുന്നല്ലോ. അതെ, അതെന്ന് വെച്ചാല് കാരണം ബാക്കിയുള്ളവരുടെ മുൻപില് ഇതൊരു ഇന്റർവ്യൂ ആണ്, നമ്മള് നേരെ കയറി വരുന്നു, എന്താ കിച്ചുവിനെ നേരെ പിടിച്ച് ഓപ്പോസിറ്റ് ചെയറിൽ ഇരുത്തുന്നു, കുറെ ചോദ്യങ്ങൾ വായിൽ തോന്നുന്നത് അത് മറ്റുള്ളവരുടെ കണ്ണിൽ. അതെ, മറ്റുള്ളവരുടെ നമ്മൾ ഫ്രണ്ട്ലി ആയിട്ട് എത്ര നേരം സംസാരിച്ച്, നിങ്ങളാണ് സംസാരിച്ച്, നമ്മൾ സംസാരിച്ച് ഫ്രണ്ട്ലി ആയിട്ട് ഇരുന്ന് ക്യാമറയ്ക്ക് മുന്നിൽ സംസാരിക്കും. അതെ, നമ്മൾ ഇന്റർവ്യൂവിന് മുമ്പേ ആണെങ്കിലും നമ്മൾ സംസാരിക്കുന്നുണ്ട്. അതിനുശേഷം ഇവിടെ ഇപ്പോഴും കിച്ചുവിനെ വിളിച്ച കിച്ചു എടുക്കുമല്ലോ സംസാരിക്കില്ല. അതെ ചേച്ചി, കാരണം എന്ന് വെച്ചാൽ ഞാനിതിപ്പോ പറയാൻ കാര്യം അത് തന്നെയാണ്. അപ്പൊ ഇത്രയും നെഗറ്റീവ് കമന്റ് വന്നപ്പോ എനിക്ക് തന്നെ ഒരു എന്താ പറയാ ഒരു വിഷമം ഉള്ളിൽ തോന്നിപ്പോയി. ഞാൻ അതിനുവേണ്ടി എന്താ ചോദിച്ചത്, കിച്ചു അവിടെ ഓക്കെ ആയിരുന്നല്ലോ. അപ്പൊ അങ്ങനെ ഒരു ഇത് വന്നിട്ട് ഞാൻ തന്നെ കിച്ചുവിന് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു ഇൻസ്റ്റാഗ്രാമിൽ. കിച്ചു അതെ കിച്ചു നീ ഓക്കെ അല്ലേ? ഇതുപോലെ ഞാൻ ചോദിച്ചത് എവിടെയും നിന്റെ മനസ്സ് വിഷമിപ്പിച്ചോ എന്ന് ചോദിച്ചിട്ട് അപ്പം ഞാൻ ഓക്കെ ചേച്ചി ഓക്കെ അല്ലേ ഓൾറെഡി പറയുന്നുണ്ടായിരുന്നു. പക്ഷെ ഇതിപ്പോ ഞാൻ ഈ വെറുതെ ഈ ഒരു വാഗോട്ട് പറഞ്ഞാലും പ്രേക്ഷകർ വിശ്വസിക്കണമെന്നില്ല. അതുകൊണ്ട് ഞാൻ എനിക്ക് തോന്നുന്നു നമുക്ക് കിച്ചുവിനെ വിളിക്കാൻ തോന്നല്ലേ. ഹലോ കിച്ചു, ഞാൻ ഐശ്വര്യ. ഓർമ്മയുണ്ടോ കഴിഞ്ഞ ഇന്റർവ്യൂ ചെയ്തേ? കിച്ചു വേറൊന്നല്ല വിളിച്ചേ. എന്താ വെച്ചാല് അന്ന് ഞാൻ ഇന്റർവ്യൂ ചെയ്ത ടൈമില് എനിക്കെതിരെ മറ്റേ എന്താ പറയാ FB പോസ്റ്റ് വരെയൊക്കെ വന്നിട്ടുണ്ട്, കുഞ്ഞു പയ്യനെ വിളിച്ചിരുത്തിയിട്ടാണോ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നതെന്ന് ചോദിച്ചിട്ട്. അപ്പം ഞാൻ അന്ന് ചോദിച്ച ചോദ്യത്തിലൊക്കെ കിച്ചു ഓക്കെ അല്ലായിരുന്നു എന്നറിയാൻ വേണ്ടിട്ടാ. അതെ, ഞാൻ മെസ്സേജ് അയച്ചിട്ടുണ്ട്. നമ്മളിപ്പം ഇന്റർവ്യൂവിൽ ഇരിക്കുകയാണേ. അപ്പൊ ഞാൻ കിച്ചു മെസ്സേജ് അയച്ച കാര്യമൊക്കെ ഞാൻ പറയുമ്പം ആൾക്കാർക്ക് അറിയില്ലല്ലോ ഇത് ഉള്ളതാണോ, അതാണ് ഞാൻ കിച്ചുവിനെ ഡയറക്റ്റ് വിളിച്ചേ. കുഴപ്പമൊന്നുമില്ലായിരുന്നല്ലോ, ഞാൻ ഒരിക്കലും വേദനിപ്പിച്ചിട്ടില്ലല്ലോ കിച്ചുവിനെ. ഓക്കെ. ഞാൻ ഇവിടെ അമ്മയുണ്ട് അടുത്ത്. അമ്മ വിളിച്ചിട്ടുണ്ടായിരുന്നോ ഇന്റർവ്യൂ കഴിഞ്ഞിട്ട്? അമ്മ വിളിച്ചിട്ടുണ്ടായിരുന്നോ ഇന്റർവ്യൂ കഴിഞ്ഞിട്ട്? അതല്ലേ, അമ്മയുടെ കൈ കൊടുക്കണോ? തിരക്കാണോ?
ഓക്കെ ഓക്കെ, ഇന്റർവ്യൂ കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ കിച്ചു, താങ്ക് യു. കുഴപ്പമൊന്നും ഇല്ലാന്ന് എന്താ പറയാ, അറിയാം, ആൾക്കാർക്ക് അറിയില്ലല്ലോ, അതുകൊണ്ടാട്ടോ വിളിച്ചത്. ഓക്കെ, താങ്ക് യു കിച്ചു, താങ്ക് യു. ഇപ്പം എനിക്ക് തോന്നുന്നു പ്രേക്ഷകർക്ക് മനസ്സിലായിട്ടുണ്ടാവും കിച്ചു പറഞ്ഞ മറുപടിയിൽ നിന്ന് തന്നെ. കിച്ചുവിനെ ഒരു തരത്തിലും നെഗറ്റീവ് ആക്കാനോ ബാഡ് ആക്കാനോ ഉള്ള ഒരു ചോദ്യങ്ങളും നമ്മൾ ചോദിച്ചിട്ടില്ല. ഇപ്പം കിച്ചു എന്നല്ല, നമ്മളുടെ ചാനലിൽ ആരാവട്ടെ, ചേച്ചിക്ക് തന്നെ അറിയാം. എന്ന് വെച്ചാൽ ഈ ഏറ്റവും കൂടുതൽ ഈ മെയിൻ സ്ട്രീം വണ്ണെന്ന പഴയ മഴവിൽ കേരളം, ഇവർക്കാണ് ഞാനും കിച്ചുവായിട്ടും ഞങ്ങൾ ഒരുപാട് ഇന്റർവ്യൂ കൊടുത്തിട്ടുള്ളത്. സത്യം പറഞ്ഞാൽ ഞാൻ പെയ്ഡ് ഇന്റർവ്യൂ എന്ന് പറയുന്നതിന് മുന്നേ തന്നെ ഈ ഒരു ചാനല് എനിക്ക് ഞാൻ നിങ്ങളെ വിരുത്തിക്കൊണ്ട് നിങ്ങളെ പൊക്കി പറഞ്ഞല്ല, ഉള്ള കാര്യം ഞാൻ പറയുന്നത്. ഉള്ള കാര്യം ഞാൻ ഉള്ള പോലെ പറയാം. എന്നെ മാറ്റി നിർത്തി, ഒരു ഇന്റർവ്യൂവിന് മാറ്റി നിർത്തി, ചേച്ചി കയ്യിൽ വെക്കൂന്ന് പറഞ്ഞു. എനിക്ക് അന്നേരം അത് വലിയ തുക, എനിക്ക് വലിയ തുക തന്നെയാണത്, നല്ലൊരു തുക എൻ്റെ കയ്യിൽ തന്നിട്ട് പറഞ്ഞത്. അപ്പം പെയ്ഡ് ഇന്റർവ്യൂവിന് മുന്നേ തന്നെ ഇവരെന്നെ സഹായിച്ചതാണ്. ഒരിക്കലും ഞങ്ങള് തെറ്റിക്കാനോ അല്ലെ എൻ്റെ മകനെ തെറ്റിക്കാനോ അല്ലെ ഞങ്ങൾക്ക് വേണ്ടി നെഗറ്റീവ്, ഇവരുടെ ഇന്റർവ്യൂ കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് നെഗറ്റീവ് വ്യൂ തരാനോ ഒന്നും ഇന്ന് വരെ ഈ ഒരു ചാനൽ ശ്രമിച്ചിട്ടില്ല. അതേപോലെ എനിക്ക് എടുത്തു പറയണം, ഞാൻ ഇപ്പം ആൾക്കാർ പറയില്ല ഞാൻ എവിടെ ഇരുന്നാലും പുറകെ സൂചിച്ചേണ്ട ഫോട്ടോ, പുറകെ സൂചിച്ചിട്ട് ഈ ഒരു ഫോട്ടോ സത്യം പറഞ്ഞാൽ കേരളത്തിലെ എല്ലാ ജനങ്ങൾക്കും, ഈ മാലയിട്ട ഫോട്ടോ എല്ലാവർക്കും സുപരിചിതമാണ്. ഈ ഫോട്ടോ ആരാ, കുട്ടി ഈയിടെ വന്നതല്ലേ ഈ മെയിൻ സ്ട്രീമിൽ, ഈ ഫോട്ടോ എനിക്ക് ആരാ തന്നെന്നറിയോ, ആരുടെ ഗിഫ്റ്റ് ആണെന്നറിയോ? അറിയോ? അല്ല, ഐശ്വര്യക്ക് അറിയോ? ഇല്ല. നിങ്ങളുടെ ചാനൽ തന്ന സുധിച്ചേട്ടൻ മരണപ്പെട്ട് ഒരു 9-ന്റെ അന്ന് എനിക്ക് ഇവര് ഞങ്ങൾ പോലും ചോദിച്ചിട്ടോ പറഞ്ഞിട്ടോ ഒന്നുമല്ല, ഒരുപാട് ചാനൽ അന്ന് വന്നു, ആരെയും കുറ്റപ്പെടുത്തി എല്ലാവർക്കും തോന്നാത്തത് ഇവർക്ക് തോന്നി. ഇവര് ഞങ്ങളെ രണ്ടും തെറ്റിക്കാനോ അല്ലെ ഞങ്ങൾക്കൊരു നെഗറ്റീവ് വരാനോ നിങ്ങളുടെ ഈ ചാനൽ ശ്രമിക്കുന്ന എനിക്ക് ഒരിക്കൽ സ്വപ്നത്തെ പോലും ഞാൻ കരുതുന്നില്ല. അതുകൊണ്ട് ഈ ആൾക്കാരുടെ തെറ്റിദ്ധാരണകളാണ് ഇതൊക്കെ. ഇതിപ്പോ ചോദിച്ചാൽ നന്നായി. ഈ ഒരു ഫോട്ടോ അവരുടെ ഗിഫ്റ്റാണ്, അവർക്ക് എന്നും എൻ്റെ ഹൃദയത്തിന്റെ പക്ഷെ. കാരണം ഈ ഒരു ഫോട്ടോ എൻ്റെ ജീവന്റെ പാതിയാണ്. കാരണം ഈ ഒരു ഫോട്ടോയെ നോക്കി അറിയാം, അത് കണ്ണ് ചിമ്മുന്നുണ്ട്. നിങ്ങൾക്ക് അത് കാണാൻ പറ്റുമോ എന്നറിയില്ല. ഈ ഒരു ഫോട്ടോ എന്നെ നോക്കി ചിരിക്കും, എന്നെ നോക്കി കണ്ണ് ചിമ്മും, എന്നെ നോക്കി സംസാരിക്കും. അത്ര ജീവൻ സ്ഫുരിക്കുന്ന ഒരു ഫോട്ടോ അവര് തന്നെങ്കിൽ എനിക്ക് അവരോട് എന്നും കടപ്പെട്ടവരാണ് ഞാൻ. എനിക്ക് നെഗറ്റീവ്, എൻ്റെ ഫാമിലിക്കോ എൻ്റെ മക്കൾക്കോ നെഗറ്റീവ് വരുന്ന ഒന്നും ഈ ചാനലിൽ നിന്ന് ഉണ്ടാവത്തില്ലെന്ന് തന്നെ എനിക്ക് ഉറച്ച വിശ്വാസമാണ്. മറ്റുള്ള ചാനലിൽ ഞാൻ കുറ്റപ്പെടുത്തിയല്ല, അവരുമൊക്കെ ഇങ്ങനെ തന്നെയാണ്, നമുക്ക് ചെറിയൊരു തുക തന്നിട്ട് തന്നെയാണ് നമ്മുടെ ഇന്റർവ്യൂ എടുക്കുന്നത്. പക്ഷെ ഇവരാണ് എനിക്ക് ഈ ഒരു ഫോട്ടോ, ഈ ഒരു സുധിച്ചേട്ടന്റെ ജീവനോടെ തന്നെന്ന് തന്നെ പറയാം. കമന്റുകൾ വരും പോകും, അതെന്നെ വിഷമിപ്പിച്ചിട്ടില്ല. പക്ഷേ കിച്ചുവിനെ ഞാൻ വിഷമിപ്പിച്ചു. കൊല്ലം സുധിയുടെ മകനെ ഞാൻ മനഃപൂർവ്വം വിഷമിപ്പിച്ചു. കിച്ചു എന്ന വ്യക്തി കൊല്ലം സുധിച്ചേട്ടന്റെ മകനാണ്. അതെ, അമ്മയും മകനെയും തമ്മിൽ തെറ്റിക്കാൻ ശ്രമിച്ചു. ആ വാക്കുകളാണ് എന്നെ വിഷമിപ്പിച്ചത്. ബാക്കിയുള്ള ഇപ്പൊ എന്നെ ബോഡി ഷേമിങ് നടത്തിയാലോ അല്ലെങ്കിൽ എന്നെ വേറെ ഏതെങ്കിലും തരത്തിൽ നെഗറ്റീവ് കമന്റ് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും എന്നെ അത് ബാധിക്കുന്നില്ല. പക്ഷെ ഈ തരത്തിലൊരു കമന്റ് എന്തായാലും ക്ലാരിഫിക്കേഷൻ അവർക്ക് കിട്ടിയല്ലോ. അതെ, അതുകൊണ്ടാണ് ഞാൻ കിച്ചുവിന് ഈ ഒരു ഇന്റർവ്യൂവിൽ ഇരുന്ന് കോൾ ചെയ്തത്. കാരണം നിങ്ങൾ മനസ്സിലാക്കണം ഇതിന്റെ സത്യാവസ്ഥ. നമ്മുടെ ഇപ്പം ഈ പറയുന്ന പോലെ ഈ നെഗറ്റീവിന്റെ കാര്യത്തിലൊക്കെ എല്ലാവർക്കും ക്ലാരിഫിക്കേഷൻ ഉണ്ട്. അതുപോലെ തന്നെ പെർഫ്യൂമിന്റെ കാര്യത്തിലാണെങ്കിലും ചേച്ചീന്റെ എതിരെ വന്ന കമന്റുകൾക്കൊക്കെ ആണെങ്കിലും അതിൻ്റെതായ കാരണങ്ങളുണ്ട്. പുറത്ത് കാണുന്നത് ഒന്നുമല്ല ഉള്ളിൽ നടക്കുന്നത് എന്നുള്ളത് ഈ ഒരു ഇന്റർവ്യൂയിലൂടെ ഏകദേശം കുറച്ച് ആൾക്കാർക്ക് മനസ്സിലായിട്ടുണ്ടാകും. അപ്പം ചേച്ചിക്ക് എന്താണ് ഇനിയിപ്പോ അവസാനമായിട്ട് ഈ ഒരു പ്രേക്ഷകരോട് പറയാനുള്ളത്? നിങ്ങൾ കാണുന്ന ഒന്നുമല്ല സത്യം പറഞ്ഞ സത്യങ്ങൾ. നമ്മൾക്ക് ഒരു സത്യമുണ്ട്. ഇപ്പൊ എല്ലാരെയും അറിയണമെന്നൊന്നുമില്ല. പക്ഷെ വെറുതെ ഇരുന്ന ആവശ്യമില്ല. നിങ്ങളിപ്പം പറഞ്ഞ പോലെ ഐശ്വര്യ പറഞ്ഞ നെഗറ്റീവ്സ് കമന്റ്സ് ഇട്ടോളൂ, അതൊക്കെ ഓരോരുത്തരുടെ ഫ്രസ്ട്രേഷൻ. റിയാക്ഷൻസിൽ ഇങ്ങനെ ഈ മനസ്സിൽ പോലും ചിന്തിക്കാത്ത കാര്യങ്ങളൊക്കെ എടുത്തിട്ട് തമ്പലിനൊക്കെ കൊടുക്കുമ്പോഴാണ് അതൊക്കെ എന്തിനാണ്? അതൊക്കെ നിങ്ങൾ കുറച്ച് നമ്മുടെ മനസ്സിനെ വേദനിപ്പിക്കുന്ന ചില കാര്യങ്ങളാണ്. ചിലപ്പോൾ പുറത്ത് വന്ന് പറയുന്നില്ലായിരിക്കും പബ്ലിക്കായിട്ട്, എനിക്ക് വിഷമം ഉണ്ടെന്നോ ഞാൻ കരയുന്നോ നിങ്ങൾ കാണുന്നില്ലായിരിക്കും. എന്തിനാണ് ഇങ്ങനെ? ആരെയും നമ്മൾ കഴിവതും ആർക്കും ഒരു ഗുണം ചെയ്തില്ലേലും ആരുടെ മനസ്സിനെ വിഷമിപ്പിച്ച് അവർക്ക് ദോഷം ചെയ്യാതിരിക്കുക. നന്ദി.